ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെ.സി. ജൂനിയർ എഴുതിയ നോവൽ ലൈറ്റ് ഹൗസ്. അധ്യായം 8. തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു മോറിസൺ പിടിക്കപ്പെട്ടത്. ബോണ ഭക്ഷണവുമായി എത്താൻ സമയമായി എന്ന് കണക്കുകൂട്ടിയ മോറിസൺ അവൾക്ക് കൊടുക്കാനായി ഒരു സന്ദേശം എഴുതുകയായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ സ്പെഷ്യൽ ഗാർഡുകളുടെ ബൂട്ടുകൾ അയാളുടെ വാതിൽക്കൽ ശബ്ദിച്ചു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന കുറിമാനം എടുത്ത് വായിലിട്ട് ചവച്ചരയ്ക്കാനുള്ള സമയം പോലും മോറിസന് കിട്ടിയില്ല. അകത്ത് കടന്നയുടൻ സ്പെഷ്യൽ ഗാർഡുകൾ അയാളുടെ മേൽ ചാടി വീണു. കൈകാലുകൾ ബന്ധിച്ചു. അയാളെ അടിമുടി പരിശോധിച്ച് ഗാർഡുകൾ അയാളുടെ പോക്കറ്റിൽ നിന്നും പെൻസിൽ കഷ്ണവും തുണ്ടുകടലാസും പിടിച്ചെടുത്തു. ബോണയ്ക്കുള്ള സന്ദേശമായിരുന്നു അതിൽ. ഗാർഡുകൾ ഉടൻ തന്നെ മോറിസനെ മറ്റൊരു അജ്ഞാത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ചെറിയ ഹാളിലെത്തി അവർ നിന്നു. ഹാളിൻ്റെ തറനിരപ്പിൽ നിന്ന് തെല്ലുയരത്തിലായി സ്ഥാപിച്ചിരുന്ന ഒരു സ്റ്റേജിൽ INSന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും മെഡലുകളും അണിഞ്ഞ ഉന്നതാധികാരികൾ നാനാവസ്ഥയ്ക്കും തിരിക്കാവുന്ന കമനീയമായ ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായിരുന്നു. ആകെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഏതാനും ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകിടന്നു. ഗാർഡുകൾ മോറിസണിൽ നിന്ന് പിടിച്ചെടുത്ത പെൻസിലും കുറിമാനവും ചുവപ്പ് വേഷധാരികളായ മേലധികാരികളെ ഏൽപ്പിച്ചു. കുറിപ്പിൽ ഇത്രയും എഴുതിയിരുന്നു: പദ്ധതി 3 ദിവസത്തേക്കു കൂടി നീട്ടിവെക്കുക. കൂടെ വരാൻ എനിക്കൊരു സുവർണ അവസരം കിട്ടിയേക്കും. എൻ്റെ തടവും നാളെ അവസാനിക്കും. മറ്റന്നാൾ അവർ എനിക്കെന്തെങ്കിലും ജോലി തരും. പിന്നെ എല്ലാം വളരെ എളുപ്പം. എനിക്ക് വേണ്ടി കാക്കുക. ആ കുറിപ്പ് ആർക്കു വേണ്ടി എഴുതിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂചന പോലുമില്ലായിരുന്നു. ഗാർഡുകൾ മോറിസനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. കുടുങ്ങിക്കഴിഞ്ഞുവെന്ന് മോറിസന് മനസ്സിലായി. ഇനി തൻ്റെ സ്നേഹിതരെ കൂടി കുരുക്കിലാക്കാതിരിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. ബോണയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും INSന് സംശയം തോന്നാതിരിക്കണമെങ്കിൽ തെറ്റായ വിവരം നൽകിയേ പറ്റൂ. ഗാർഡ് അയാളുടെ വായിലേക്ക് തോക്കിൻകുഴൽ ഇടിച്ചു കയറ്റിയിട്ട് ശാന്തസ്വരത്തിൽ പറഞ്ഞു: വെടിയേറ്റ നായയെപ്പോലെ ചാകാതിരിക്കാൻ നിന്റെ മുൻപിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സത്യം പറയുക. തോക്കിൻകുഴൽ കൊണ്ടുള്ള ഇടിയേറ്റ് മുൻനിരയിലെ 2 പല്ലുകൾ വായ്ക്കുള്ളിൽ തന്നെ അടർന്നു വീണു. വായ്ക്കുള്ളിൽ ചോര നിറഞ്ഞ് കടവായ് കോണുകളിലൂടെ ഒലിച്ചിറങ്ങി. മോറിസൺ ഒരു കവിൾ ചോര വിഴുങ്ങി. പറഞ്ഞേക്ക്, നീ ഈ കുറിപ്പ് ആർക്കു വേണ്ടി എഴുതി? എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി? മോറിസൺ അനങ്ങിയില്ല. രഹസ്യം പുറത്താകുന്നതുവരെ ഇവർ തന്നെ കൊല്ലുകയില്ലെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. കഴിയുന്നത്ര സമയം നീട്ടിക്കൊണ്ടു പോവുക. 2 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം രക്ഷപ്പെട്ടു. മറ്റന്നാൾ രാത്രിയിലാണ് അവർ പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നത്. രഹസ്യരേഖകളും ചാട്ടുമെല്ലാം പലപ്പോഴായി ബോണയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവൾ അത് സമർത്ഥമായി ഒളിച്ചു വച്ചിട്ടുമുണ്ട്. മറ്റന്നാൾ രാത്രിയിൽ അവർ പുറപ്പെടുന്നതുവരെ ഗാർഡുകൾക്കും അവരെക്കുറിച്ച് സംശയം തോന്നാതിരിക്കാൻ താൻ വേണ്ടത് ചെയ്തേ പറ്റൂ. പറയടാ, ആരൊക്കെയാണവർ? സത്യം വെളിപ്പെടുത്തിയാൽ നിങ്ങളെ ആരെയും ഞങ്ങൾ കൊല്ലുകയില്ല. എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കും. ഞങ്ങൾ തനിയെ കണ്ടുപിടിക്കേണ്ടി വരികയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വധശിക്ഷ നിശ്ചയം. മോറിസൺ കണ്ണടച്ചു നിന്നു. ഗാർഡ് അയാളുടെ വായിൽ നിന്നും ചോര പുരണ്ട തോക്കിൻകുഴൽ ഊരിയെടുത്തു. പറയടാ, ആരൊക്കെയാണവർ? ഞാൻ പറയുകയില്ല, മോറിസൺ പിറുപിറുത്തു. INSലെ ഉന്നതാധികാരികൾ സിംഹാസനതുല്യമായ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് മോറിസന്റെ അടുക്കലേക്ക് വന്നു. അവർ അയാൾക്ക് ചുറ്റും പലവട്ടം നടന്നു. നിശിതമായ 4 ജോഡി കണ്ണുകൾ അയാളെ തറച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിനക്കറിയാം, പക്ഷെ നീ പറയുകയില്ല, അവരിലൊരാൾ ചോദിച്ചു. മോറിസൺ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. ഈ വൃത്തികെട്ട മുഖം എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോ. മേലധികാരികളിൽ ഒരാൾ ഗാർഡുകളുടെ നേർക്ക് ചീറി. അയാളുടെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ ഗാർഡുകൾ മോറിസനെ പീഡനമുറിയിലേക്ക് നീക്കി. അവിടെ വെച്ച് അവർ അയാളെ ഭേദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം കൈകാലുകൾ കൊണ്ടുള്ള പ്രഹരമായിരുന്നു. ഗാർഡുകൾ അയാളെ തറയിലിട്ട് ചവിട്ടിയുരുട്ടി. പറഞ്ഞേക്ക്, നിന്നെ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനു മുൻപ് സത്യം പറഞ്ഞേക്ക്. അതാണ് നമുക്കെല്ലാം നല്ലത്. മോറിസന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചുവരിൽ നിർത്തിക്കൊണ്ട് ഗാർഡുകളിൽ ഒരാൾ പറഞ്ഞു. മോറിസന്റെ ചോരയൊലിച്ചുകൊണ്ടിരുന്ന മുഖം കഴുത്തിൽ നിന്നും കുഴഞ്ഞു വീണു. നേരെ നിൽക്കടാ. ഗാർഡ് അയാളുടെ തല പിടിച്ച് ചുമരിലിടിച്ചു. അതിനുശേഷം ഗാർഡുകൾ അയാളെ ഇലക്ട്രിക് ചെയറിലിരുത്തി. കൈകാലുകൾ കസേരയോട് ചേർത്ത് ബന്ധിച്ച ശേഷം 2 വയറുകൾ ഇരുചെവികളിലുമായി ഘടിപ്പിച്ചു. ഭ്രാന്ത് പിടിപ്പിക്കുന്ന വിധം ഭയാനകവും മുഴക്കമേറിയതുമായ ഇരമ്പലും ഒപ്പം നേരിയ തോതിൽ വൈദ്യുതിയും തലച്ചോറിലേക്ക് കടത്തിവിടുന്നതിനുള്ള വയറുകളായിരുന്നു അത്. ഗാർഡ് സ്വിച്ചിട്ടതോടെ ഇലക്ട്രിക് ചെയർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. മോറിസൺ തല കുടഞ്ഞു പൊളഞ്ഞു. ചെവിക്കുള്ളിൽ ജെറ്റ് വിമാനത്തിൻ്റെ ഇരമ്പൽ. തലച്ചോറ് 100 ഭാഗങ്ങളായി പിച്ചിച്ചേന്തി എറിയുന്നത് പോലുള്ള വേദനയും
ഇടയ്ക്കിടെ ഭയാനകമായ പൊട്ടിത്തെറികളും. മോറിസൺ സർവ്വകരുത്തും എടുത്ത് അത്യുച്ചത്തിൽ അലറി. അയാൾ ബോധഹീനനായതോടെ ഗാർഡ് യന്ത്രത്തിന്റെ പ്രവർത്തനം നിർത്തി. കുറേ സമയത്തിന് ശേഷം മോറിസന് ബോധം വീണ്ടുകിട്ടി. ഗാർഡുകൾ മോറിസനെ ബാത്ടബ് പോലുള്ള ഒരു ഭാഗത്ത് മലർത്തി കിടത്തി. അയാളുടെ കൈകാലുകളും ശിരസും അനക്കാൻ വയ്യാത്തവിധം ബന്ധിച്ചു. അതിനുശേഷം മുഖത്തിനു മീതിയുള്ള വലിയ ടാപ്പ് തുറന്നു. മോറിസന്റെ മുഖത്തേക്ക് ഒരിറ്റ് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത വിധം ശക്തിയായി വെള്ളം ചിതറി വീണുകൊണ്ടിരുന്നു. അയാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഗാർഡ് പെട്ടെന്ന് ടാപ്പിലെ ജലപ്രവാഹം നിർത്തിയിട്ട് ചോദിച്ചു, പറയ്, ആരൊക്കെയാണ് നിന്റെ സ്നേഹിതർ? ആർക്കു വേണ്ടിയാണ് ഈ കുറിപ്പെഴുതിയത്? ഇതിനുള്ള ഉപകരണങ്ങൾ നിനക്ക് ആര് തന്നു? എന്തായിരുന്നു നിങ്ങളുടെ മാറ്റിവെക്കപ്പെട്ട പദ്ധതി? മോറിസൺ മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഗാർഡ് വീണ്ടും ടാപ്പ് തിരിച്ചു. മോറിസന്റെ വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം അടിച്ചു കയറി. അയാൾ ശ്വാസം മുട്ടി പുളഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും മോറിസന് ബോധം നശിക്കുന്നതുവരെ ഈ പീഡനവും മർദ്ദനവും തുടർന്നു. പിന്നീടെപ്പോഴോ ബോധം വീണ്ടു കിട്ടിയപ്പോൾ ഗാർഡുകൾ അടുത്ത മർദ്ദനമുറയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ കൈകാലുകളിലെ നഖങ്ങൾ പിഴുതുമാറ്റാൻ പോവുകയാണ്. അതിനു മുൻപ് നിനക്ക് സത്യം പറയാൻ ഒരവസരം കൂടി. ഒരു ഗാർഡ് നഖം പിഴുതുമാറ്റാനുള്ള ഉപകരണവുമായി മുൻപോട്ട് വന്നു. ഞാൻ പറയാം. മോറിസൺ ഞരങ്ങി. ശരി, വളരെ വേഗം പറഞ്ഞേക്കൂ, ഞങ്ങൾക്ക് സമയമില്ല. എൻ്റെ മുറിയുടെ മുൻപിൽ കാവൽ നിന്നിരുന്ന ഗാർഡുകളിലൊരാൾ എന്നെ സഹായിച്ചു. അവനാണ് എനിക്ക് പെൻസിലും കടലാസും എത്തിച്ചു തന്നത്. എൻ്റെ സന്ദേശങ്ങൾ കൈമാറുന്നതും അവൻ മുഖേനയായിരുന്നു. ആർക്കാണ് അവൻ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത്? ക്യാൻറ്റീനിൽ ജോലിയെടുക്കുന്ന ബ്രിട്ടീഷ് തടവുകാരനും ഒരു ആസ്ട്രിയൻ തടവുകാരനും. എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി? എന്നെ ക്യാൻറ്റീനിലേക്ക് ജോലിക്ക് നിയോഗിച്ചാൽ 3 പേർക്കും കൂടി ഇവിടെ നിന്ന് ചാടിപ്പോകാമെന്ന്. എങ്ങനെ ചാടിപ്പോകാനായിരുന്നു പരിപാടി? 2-3 ഗാർഡുകളെ കൊന്നിട്ട് അവരുടെ വേഷം ധരിച്ച് ഡോക്കിലെത്തി ഒരു ബോട്ട് തട്ടിയെടുത്തുകൊണ്ട് പോകാമെന്നായിരുന്നു ആലോചന. ചോദ്യം ചെയ്യൽ തൽക്കാലത്തേക്ക് നിലച്ചു. മോറിസന്റെ മുറിക്ക് മുൻപിൽ കാവൽ നിന്നിരുന്ന ഗാർഡുകളെയെല്ലാം പീഡനമുറിയിലേക്ക് കൊണ്ടുവന്നു. പല ഷിഫ്റ്റുകളിലായി 6 പേരാണ് കാവൽ പണിയിൽ ഏർപ്പെട്ടിരുന്നത്. ഇവരിലാരാണ് നിന്റെ സഹായി? സ്പെഷ്യൽ ഗാർഡ് ചോദിച്ചു. മോറിസൺ 6 പേരെയും മാറി മാറി നോക്കി. കൂടുതൽ ക്രൂരമെന്ന് തോന്നിച്ച ഒരു മുഖത്തേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു, ഇയാളാണ് എന്നെ സഹായിച്ചത്. ആ ഗാർഡ് ആകെ വിരണ്ടു. സ്പെഷ്യൽ ഗാർഡുകൾ അയാളെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെയെല്ലാം വിട്ടയച്ചു. മോറിസൺ ചൂണ്ടിക്കാണിച്ച ഗാർഡ് സ്പെഷ്യൽ ഗാർഡുകളുടെ ചോദ്യം ചെയ്യലിനും മർദ്ദനത്തിനും വിധേയനായി. ഇതിനകം മണിക്കൂറുകൾ പലത് കടന്നുപോയി കഴിഞ്ഞിരുന്നു. ബോണയ്ക്കും കൂട്ടുകാർക്കും പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും വേണ്ടത്ര സമയം നൽകുക എന്ന ഉദ്ദേശം വെച്ചാണ് മോറിസൺ ഗാർഡുകൾക്ക് തെറ്റായ വിവരം നൽകിയത്. ഇതുമൂലം ഒരു ദിവസം ലാഭിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ഉള്ളൂ എന്ന് അയാൾ കണക്കുകൂട്ടി. നാളെ വൈകുന്നേരം ബോണയും കൂട്ടുകാരും പുറപ്പെടും. അങ്ങനെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും നൽകിയിരുന്നതുമാണ്. ഒരുപക്ഷെ ബോണയും കൂട്ടുകാരും തന്നെ കാണാഞ്ഞ് പരിഭ്രമിച്ച് രക്ഷപ്പെടൽ പദ്ധതി ഉപേക്ഷിക്കുമോ എന്ന ശങ്ക മാത്രമേ മോറിസനുണ്ടായിരുന്നുള്ളൂ. അവർ പരിപാടി ഉപേക്ഷിച്ചാലും തന്നെ കാത്ത് പരിപാടി നീട്ടിവെച്ചാലും എല്ലാവരും കുടുങ്ങും. സകലതും വെളിച്ചത്തു വരും. INS ഇപ്പോൾ സകലരെയും നിരീക്ഷിക്കുന്നുണ്ടാവും. ബോണയും കൂട്ടുകാരും പുറമെ പരിഭ്രമം പ്രകടിപ്പിച്ചാലും മതി കുടുങ്ങാൻ. അവർക്ക് നിശ്ചിത സമയത്ത് തന്നെ യാത്ര പുറപ്പെടാൻ കഴിയട്ടെ എന്നും അതുവരെ സംശയത്തിന് ഇട കൊടുക്കാതെ ശാന്തരായി പെരുമാറാൻ സാധിക്കട്ടെ എന്നും അയാൾ മനസ്സുകൊണ്ട് നേർന്നു. മോറിസൺ വെളിപ്പെടുത്തിയ ഓസ്ട്രിയക്കാരനും ബ്രിട്ടീഷുകാരനും വേണ്ടിയുള്ള തെരച്ചിൽ മെസ്സിനുള്ളിൽ പെട്ടെന്ന് ആരംഭിച്ചു. പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗാർഡുകൾ വീണ്ടും മോറിസനെ ചോദ്യം ചെയ്തു. എനിക്ക് നേരിട്ട് അവരെ അറിഞ്ഞുകൂടാ. ഈ ഗാർഡ് മുഖാന്തരം സന്ദേശങ്ങൾ കൈമാറിയുള്ള ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അങ്ങനെ 2 പേർ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ അവർ മറ്റു പേരുകളിലാവാം അറിയപ്പെടുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തെറ്റായ പേരുവിവരങ്ങളായിരിക്കും ഈ ഗാർഡിനും സന്ദേശങ്ങൾ വഴി എനിക്കും അവർ തന്നത്, മോറിസൺ പറഞ്ഞു. ബോധം നശിച്ച ഗാർഡിന് അത് വീണ്ടുകിട്ടാൻ 9 മണിക്കൂർ എടുത്തു. അതുവരെ മോറിസൺ സ്വസ്ഥനായിരുന്നു. ഗാർഡിന് ബോധം വീണയുടൻ മർദ്ദനമുറകൾ ആരംഭിച്ചു. പക്ഷെ ചോദ്യം ചെയ്യലും ഭേദ്യം ചെയ്യലും കൊണ്ട് അയാളിൽ നിന്ന് ഒരു വിവരവും കിട്ടിയില്ല. മോറിസൺ തെറ്റായ വിവരം തന്ന് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് സ്പെഷ്യൽ ഗാർഡുകൾക്ക് മനസ്സിലായുള്ളൂ. അവർ മോറിസനെ അതിക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. അയാളുടെ കൈകാലുകളിലെ നഖങ്ങൾ അവർ പിഴുതുമാറ്റി. ആസിഡ് വീഴ്ത്തി അയാളുടെ കണ്ണുകൾ രണ്ടും നശിപ്പിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്നോ താൻ എവിടെയാണെന്നോ
താൻ ആരാണെന്നോ ഉള്ള ബോധം പോലും അയാൾക്ക് നഷ്ടമായി. ദേഹം മുഴുവൻ പൊള്ളിക്കരിഞ്ഞ നിലയിലായിരുന്നു. അയാൾ കഠിനവേദനയാൽ ചിലപ്പോൾ ഞരങ്ങുകയും പുളയുകയും പരസ്പര ബന്ധമില്ലാത്ത പലതും പുലമ്പുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാളുടെ മാനസികവും ശാരീരികവുമായ ശക്തി പാടെ തകർന്നു. അധ്യായം 9. കൈപ്പിടിയിലൊതുങ്ങിയ വലിയൊരു സ്വപ്നം പൊടുന്നനെ കൺമുൻപിൽ തകർന്നടിഞ്ഞതിൻ്റെ നിരാശയും ദുഃഖവും എല്ലാ മുഖങ്ങളിലും തെളിഞ്ഞു കണ്ടു. ഒപ്പം പിടിക്കപ്പെടുമെന്ന ഭീതിയും. ഇനി നമ്മൾ എന്തു ചെയ്യും? വിവിയൻ പ്രാണഭീതിയോടെ ആരോടെന്നില്ലാതെ ചോദിച്ചു. രക്ഷപ്പെടലിൻ്റെ വക്കോളം എത്തിയതാണ്. അതും തീർന്നു. എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. റോമൽ തലയ്ക്ക് കൈകൊടുത്ത് ഹതാശനായി മഞ്ഞന്മേലിരുന്നു. ഗാർഡുകൾ എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നതെന്നാണ് എൻ്റെ ഭയം. അലീന പിറുപിറുത്തു. നമ്മുടെ നീക്കം മണത്തറിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ മോറിസിനെ നീക്കം ചെയ്തത്. ഒരുപക്ഷെ അവർ അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയാൽ എങ്കിൽ ഉടനെ അവർ നമ്മളെ പിടികൂടി വിചാരണ ചെയ്യും. വധശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്യും. വിവിയൻ പൂരിപ്പിച്ചു. മോറിസൺ നമ്മളെ ഒറ്റിക്കൊടുക്കുകയില്ല. ഞാനീ പറയുന്നത് ഉറച്ചു വിശ്വസിക്കുക. മർദ്ദനമേറ്റ് മരിക്കേണ്ടി വന്നാൽ പോലും അദ്ദേഹം അത് ചെയ്യുകയില്ല. ബോണ തറപ്പിച്ചു പറഞ്ഞു. എന്തായാലും അവർക്ക് നമ്മളെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിയത് തന്നെ, ബർട്ടൻ പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് ഭയമൊന്നുമില്ല. രക്ഷപ്പെടൽ പദ്ധതി തകർന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്, റോമൽ പറഞ്ഞു. തകർന്നെന്ന് പറയാമോ? ഗാരി അങ്കിൾ ചോദിച്ചു. നാളത്തെ അസ്തമയത്തിലാണ് നമ്മൾ പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നത്. മോറിസൺ ഇല്ലെങ്കിലെന്താ? നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൂടെ? ഗാർഡുകൾ നമ്മളെ പിടികൂടിയില്ലെങ്കിൽ നാളെ തന്നെ അത് നടത്താമല്ലോ. ഞാനും അതാണ് പറയുന്നത്. റോമൽ ചാടി എഴുന്നേറ്റു. എന്തിനു നാളേക്കാക്കുന്നു? ഇന്ന് തന്നെയായാൽ എന്തു കുഴപ്പം? അവന്മാർക്ക് സംശയം തോന്നിയാൽ നമ്മളെ പിടികൂടി വധിക്കുമെന്നുറപ്പ്. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ചാടിപ്പോകുന്നതല്ലേ നല്ലത്. എന്നിട്ട് എവിടേക്ക് പോകാൻ? ബർട്ടൻ ചോദിച്ചു. ലൈറ്റ് ഹൗസിലേക്കുള്ള മാർഗത്തിൻ്റെ ചാർട്ടും കോഡുകളും ബോട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരവുമെല്ലാം മോറിസൺ തന്നാലല്ലേ നമുക്ക് ചാടിപ്പോകാനൊക്കോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ചാർട്ടും കോഡും എൻ്റെ കൈവശമുണ്ട്. മോറിസൺ ദിവസങ്ങൾക്ക് മുൻപേ അതെന്നെ ഏൽപ്പിച്ചിരുന്നു, ബോണ വെളിപ്പെടുത്തി. ഗോഡ്, എന്നിട്ടെവിടെയത്? ഞാനത് മഞ്ഞിനടിയിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി ഒട്ടും ആലോചിക്കാനില്ല. നമ്മൾ തീരുമാനിച്ച സമയത്ത് തന്നെ പുറപ്പെടുക, ഗാരി അങ്കിൾ പറഞ്ഞു. ഇന്ന് തന്നെ പുറപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. റോമൽ ആവേശഭരിതനായി. ഇന്ന് വേണ്ട, നാളെ, ഗാരി അങ്കിൾ അവസാന വാക്കെന്ന പോലെ പറഞ്ഞു. പക്ഷെ മോറിസൺ ഇല്ലാതെ അദ്ദേഹത്തിന് നമ്മോടൊപ്പം പോരാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, ബോണ സ്വരം താഴ്ത്തി പറഞ്ഞു. അതുകൊണ്ട് റോമൽ ക്ഷുഭിതനായി. നമുക്ക് അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കാമെന്നോ? അതിനേക്കാൾ ഭേദം നമ്മൾ നേരിട്ട് ചെന്ന് ഗാർഡുകളോട് മിസ്റ്റർ മോറിസിനെ കൂടി ഞങ്ങളോടൊപ്പം രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് പഴയ സ്ഥാനത്തു തന്നെ വരാനും നമ്മോടൊപ്പം രക്ഷപ്പെടാനും സാധിച്ചുവെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാക്കണ്ട, ഗാരി അങ്കിൾ പറഞ്ഞു. ഏതാനും നാളുകൾക്കുള്ളിൽ ഗാർഡുകൾ നമ്മളെ പിടിച്ച് യഥാർത്ഥ തടവറയിൽ അടയ്ക്കുകയും രക്ഷപ്പെടാനുള്ള നമ്മുടെ ഒരേയൊരു അവസരം നഷ്ടമാവുകയും ചെയ്യുന്നതിനേക്കാൾ നന്ന് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നതാണ്. ഒടുവിൽ ബോണ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നാളെ തന്നെ പുറപ്പെടും. പോരാൻ എത്ര പേരുണ്ട് എന്നാണ് അറിയേണ്ടത്. എല്ലാവരും, റോമൽ പറഞ്ഞു. വിവിയൻ്റെ കാര്യമോ? ഞാനുമുണ്ട്. എന്നാൽ ഇനി മുതൽ സൂക്ഷിക്കുക, ഗാരി അങ്കിൾ മുന്നറിയിപ്പ് നൽകി. ആരും അമിതാവേശം കാണിക്കരുത്. മുഖത്ത് യാതൊരു വികാരത്തിൻ്റെയും മുറുക്കമുണ്ടാകാതെ ശാന്തമായിരിക്കുക. അത് വളരെ പ്രധാനമാണ്. ഗാർഡുകൾക്ക് സംശയം തോന്നിയാൽ അതോടെ തീർന്നു. അടുത്ത ദിവസത്തെ രക്ഷപ്പെടൽ സന്നാഹത്തെക്കുറിച്ച് അവർ വിശദമായി ചർച്ച ചെയ്തു. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം ജോലി സമയമായപ്പോൾ എല്ലാവരും വളരെയധികം ഉത്തേജിതരായിരുന്നു. ഹൃദയത്തിൻ്റെ പ്രകമ്പനം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ തങ്ങളെ മരണത്തിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ നയിച്ചേക്കാവുന്ന വഴിത്തിരിവിലെത്തി നിൽക്കുമ്പോഴുണ്ടാകുന്ന വിഭ്രാന്തി. ഉൾക്കിടലങ്ങളുടെ മണിക്കൂറുകൾ. അന്നും പതിവ് പോലെ അവർ സ്കീയിങ് പരിശീലന സ്ഥലത്തെത്തി. 6 പേരുമുണ്ട്. ഗാർഡുകളും INS-ലെ തൊഴിലാളികളും സ്കീയിങ് വിനോദത്തിൽ മുഴുകി. എല്ലാവരും തയ്യാറല്ലേ? റോമൽ ചോദിച്ചു. ബട്ടനും റോമലിനും നല്ല ധൈര്യം. ഗാരി അങ്കിളിന് നിസ്സംഗത. അലീനയുടെ മുഖത്ത് പേടിയും ഉത്സാഹവും മാറി മാറി വരുന്നു. വിവിയൻ്റെയും ബോണയുടെയും മുഖത്ത് ആശങ്ക. പിന്മാറണമെന്നുള്ളവർക്ക് ഇനിയും സമയമുണ്ട്, റോമൽ അറിയിച്ചു. ആരും പിന്മാറാൻ കൂട്ടാക്കിയില്ല. റോമലും സംഘവും ഹിമപാതുകങ്ങളും ഹിമക്കണ്ണാടികളും കുപ്പായങ്ങളുമെല്ലാം പെറുക്കി താവളത്തിലേക്ക് ചുമന്നു.
ഗാരി അങ്കിളും വിവിയനും അലീനയും കുറെ മുൻപിൽ നടന്നു. 25 അടി പുറകിലായി റോമലും ബട്ടനും ബോണയും. കളിക്കാർ വളരെ മുൻപേ പോയി കഴിഞ്ഞു. തുരങ്ക കവാടത്തിന്റെ കാവൽക്കാരൻ അക്ഷമനായി നിൽക്കുകയാണ്. എല്ലാവരും കടന്നുപോയി കഴിഞ്ഞാൽ അയാൾക്ക് കവാടം പൂട്ടിയിട്ട് വിശ്രമിക്കാൻ പോകാം. അത് സംഭവിക്കാൻ പോവുകയാണ്. അലീനയുടെ മനസ്സ് പിറുപിറുത്തു. ബോണയ്ക്ക് ദേഹം കുഴയുന്നതുപോലെ തോന്നി. മഞ്ഞിൽ പൊതിഞ്ഞു പോകുന്ന കാലടികൾ പിഴുതെടുക്കാനുള്ള കരുത്തുപോലുമില്ല. തുരങ്കത്തിന്റെ ഗേറ്റിലെത്തിയിട്ട് ഗാരി അങ്കിളും വിവിയനും തിരിഞ്ഞു നോക്കി. റോമൽ തയ്യാറായോ എന്നറിയാൻ. കേറിപ്പോടോ കിഴവ, ഗേറ്റിലെ കാവൽക്കാരൻ ആക്രോശിച്ചു. വിവിയൻ കാവൽക്കാരനെ കടന്ന് മുൻപോട്ട് 2 ചുവട് വെച്ചു. പെട്ടെന്ന് ഗാരി അങ്കിൾ കാവൽക്കാരനെ ആഞ്ഞു തള്ളി ഗേറ്റിന് പുറത്തു വീഴ്ത്തി. കാവൽക്കാരൻ തന്റെ ഗാർഭനുമായി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ഗേറ്റ് കടന്ന് നിന്നിരുന്ന വിവിയൻ മിന്നൽ വേഗത്തിൽ പുറകോട്ട് ചാടി സ്കീ കൊണ്ട് കാവൽക്കാരന്റെ തലയിൽ ആഞ്ഞടിച്ചു. അയാളൊന്നു ഞരങ്ങി, അത്രമാത്രം. പിന്നെ നിശ്ചലനായി. റോമലിന്റെയും ബട്ടന്റെയും ബോണയുടെയും കൂടെ പുറകെ വന്നുകൊണ്ടിരുന്ന ഗാർഡുകൾ ഈ മിന്നലാക്രമണം കണ്ട് ഞെട്ടി. അവർ പെട്ടെന്ന് തോക്കെടുത്ത് മുൻപോട്ട് കുതിച്ചു. റോമലിന്റെയും ബട്ടന്റെയും ഊഴമായിരുന്നു അടുത്തത്. അവർ വായുവേഗത്തിൽ പ്രവർത്തിച്ചു. സ്കീ കൊണ്ടുള്ള അടിയേറ്റ് ഗാർഡുകൾ രണ്ടും മഞ്ഞിൽ വീണുരുണ്ടു. റോമലും ബട്ടനും ഉത്തേജനം കൊണ്ടും ഭ്രാന്തു പിടിക്കുമെന്ന നിലയിലായിരുന്നു. അവർ ഗാർഡുകളെ വീണ്ടും വീണ്ടും തല്ലിച്ചതച്ചു, അവരുടെ ചലനം നിലയ്ക്കുന്നതുവരെ. കുട്ടികളെ, വേഗം, ഗാരി അങ്കിൾ വിളിച്ചു പറഞ്ഞു. അയാൾ പെട്ടെന്ന് തുരങ്കത്തിന്റെ വലിയ ഇരുമ്പുവാതിൽ വലിച്ചടച്ചു. കാവൽക്കാരന്റെ പോക്കറ്റിൽ നിന്ന് വലിയ താക്കോലെടുത്ത് അത് പുറത്തുനിന്നും പൂട്ടി. പിന്നെ താക്കോൽ മഞ്ഞൻ പരപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. റോമലും ബട്ടനും കൂടി ഗാർഡുകളുടെ തോക്കുകൾ കൈവശപ്പെടുത്തി. അവരുടെ രോമക്കുപ്പായങ്ങളും അവർ അഴിച്ചെടുത്തു. 6 പേരും സ്കീയിങ് പരിശീലന കേന്ദ്രത്തിലേക്ക് ഓടി. കാൽ മഞ്ഞിൽ പൊതിഞ്ഞു പോകുന്നതിനാൽ വേണ്ടത്ര വേഗത കിട്ടിയില്ല. സ്കീയിങ് പരിശീലന സ്ഥലത്തെത്തിയ ബോണ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് മഞ്ഞ് മാന്തി തുടങ്ങി. മഞ്ഞിനടിയിൽ നിന്നും അവൾ ഒരു പോളിത്തീൻ കവർ വലിച്ചെടുത്തു. മോറിസൺ പലപ്പോഴായി അവർക്ക് നൽകിയ രേഖകളായിരുന്നു അതിനുള്ളിൽ. ബോണ കവറിനുള്ളിൽ നിന്നും ചാർട്ടെടുത്ത് ഗാരി അങ്കിളിനെ ഏൽപ്പിച്ചു. അതിലെ രേഖകൾ മങ്ങിയ പ്രകാശത്തിൽ തീരെ അവ്യക്തമായി മാത്രമേ കാണാമായിരുന്നുള്ളൂ. എല്ലാവരും ഞൊടിയിടയിൽ സ്കീയിങ്ങിനുള്ള വേഷമണിഞ്ഞു. കാലുകളിൽ സ്കീ ചേർത്ത് ബന്ധിച്ചു. 6 പേരും തയ്യാറായി. പുറപ്പെടാം, ഗാരി അങ്കിൾ പറഞ്ഞു. ഓക്കെ. റോമൽ ആംഗ്യം കാട്ടി. ദൈവം നമ്മളെ കാക്കട്ടെ. ഗാരി അങ്കിൾ മുൻപേ മഞ്ഞിലൂടെ തന്നെ നീങ്ങി. പുറകെ റോമൽ, അതിനു പിന്നിൽ ബട്ടൻ. ബാക്കിയുള്ളവർ ഒരൊറ്റ നിരയിലും. മരണപരാക്രമമൊന്നും വേണ്ട, വേഗത കുറച്ചു മതി. വീണ് പരിക്കേറ്റ് ഉപേക്ഷിക്കപ്പെടുന്നതിനേക്കാൾ സൂക്ഷ്മതയാണ് നന്ന്. ഗാരി അങ്കിൾ മുന്നറിയിപ്പ് നൽകി. ദൂരെ കടലിന്റെ ഇരുണ്ട നീലിമ കാണാമായിരുന്നു. അതവരെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. ഹിമക്കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കൂടെ ചരൽ വാരി എറിയുന്നതുപോലെ മഞ്ഞുവീഴ്ചയും. വിവിയനും ബോണയ്ക്കും സ്കീയിങ്ങിൽ നല്ല പരിചയമില്ല. അതോടൊപ്പം ഭയാശങ്കകളും കൂടിയായപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത അവസ്ഥയായി. അധിക ദൂരം ചെല്ലുന്നതിനു മുൻപേ വിവിയൻ വീണു. അവന്റെ സ്കീ എവിടേക്കോ തെറിച്ചുപോയി. മഞ്ഞിലൂടെ അവന്റെ ശരീരം താഴേക്ക് കുറെ ദൂരം ഉരുണ്ടു. ബോണയുടെ കരച്ചിൽ കേട്ടാണ് മുൻപേ പോയിക്കൊണ്ടിരുന്ന ഗാരി അങ്കിളും റോമലും ബട്ടനും നിന്നത്. തുലച്ചുവെന്ന് തോന്നുന്നു. റോമൽ പിറുപിറുത്തു. ഗാരി അങ്കിൾ വീണുകിടക്കുന്ന വിവിയന്റെ അടുത്തേക്ക് അതിവേഗം നീങ്ങി. പുറകെ റോമലും ബട്ടനും. അധ്യായം 10. ഗാർഡുകൾ ചെന്ന് നോക്കുമ്പോൾ 6 ബന്ദികളുടെയും മുറി അടഞ്ഞുകിടക്കുകയായിരുന്നു. ഭക്ഷണസമയമായിരുന്നതിനാൽ അവർ മെസ്സിലുണ്ടാവുമെന്ന് കരുതി ഗാർഡുകൾ അവിടേക്ക് ചെന്നു. ഗാരി അങ്കിളിനെയും കൂട്ടുകാരെയും അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗാർഡുകൾ ഉടൻ INSന്റെ മേധാവികൾക്ക് വിവരം നൽകി. ഒറ്റയടിക്ക് 6 പേരെ കാണാതായിരിക്കുന്നു. അതും ആരും അറിയാതെ, ഒരു ഉറുമ്പ് പോലും അകത്തു കിടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യാത്ത വിധം. അത്രമേൽ ശക്തവും സൂക്ഷ്മവുമായ കാവലുള്ള INSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും. ഇത് INS മേധാവികളെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. കൺട്രോൾ സെക്ഷനിലെ ഷോർട്ട് സർക്യൂട്ട് TV സ്ക്രീനുകളിൽ 6 ബന്ദികളുടെയും മുറി തെളിഞ്ഞു. ഒരു ഉറുമ്പ് പോലുമില്ല അതിനുള്ളിൽ. TV സ്ക്രീനുകളിൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഓരോ ഭാഗങ്ങളും വന്നു പോയിക്കൊണ്ടിരുന്നു. കൺട്രോൾ സെക്ഷനിലുള്ളവർ മാറി മാറി ബട്ടണുകൾ അമർത്തുകയും മുൻപിൽ തെളിയുന്ന ഭാഗങ്ങളിൽ കാണാതായ തടവുകാരെ തിരയുകയും ചെയ്തുകൊണ്ടിരുന്നു. INS ഹെഡ്ക്വാർട്ടേഴ്സിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മുന്നറിയിപ്പ് ചെന്നു. സൂക്ഷിക്കുക, 6 തടവുകാരെ കാണാതായിരിക്കുന്നു. ജാഗ്രത. ഭൂഗർഭതാവളം ഒന്നടങ്കം ഞൊടിയിടയിൽ ജാഗരൂകമായി. നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം പെട്ടെന്ന് നിർത്തിവെച്ചു. എല്ലായിടത്തും അപായ സൂചന ലഭിച്ചു. തെരച്ചിൽ സംഘം 4 പാടും ഓടുന്നതിൻ്റെ കാലൊച്ച എല്ലായിടത്തും നിരന്തരം മുഴങ്ങി. തുരങ്കത്തിന്റെ കവാടത്തിന് പുറത്തുള്ള ഭാഗം കമ്പ്യൂട്ടറുകളുടെ പരിധിക്കപ്പുറമായിരുന്നതിനാൽ
അവിടെ നടന്നതൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത് കണക്കുകൂട്ടിയാണ് ഗാരി അങ്കിൾ തുരങ്കത്തിൻ്റെ ഗേറ്റ് കീപ്പറെ ഗേറ്റിന് പുറത്തേക്ക് തള്ളിയ ശേഷം ആക്രമിച്ചത്. ഈ ഭാഗത്തേക്ക് INS മേധാവികളുടെ ശ്രദ്ധ വേണ്ടവണ്ണം തിരിഞ്ഞതുമില്ല. ഡോക്കിൽ നിന്നും ഒരു ഗൺബോട്ട് തട്ടിയെടുത്ത് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്ന് മോറിസൺ പറഞ്ഞതനുസരിച്ചായിരുന്നു അവരുടെ തെരച്ചിൽ. താവളത്തിന് പുറത്തേക്ക് അവരുടെ ശ്രദ്ധ പോയില്ല. ഡോക്കിനെയും അവിടേക്കുള്ള മാർഗത്തെയും കേന്ദ്രീകരിച്ചാണ് മുഖ്യമായും തെരച്ചിൽ നടന്നുകൊണ്ടിരുന്നത്. ഭൂഗർഭ തടാകത്തിൽ നിന്നും കടലിലേക്ക് കടക്കുന്ന ജലമാർഗങ്ങളെല്ലാം അടച്ചു. അവിടെ ശക്തമായ കാവലേർപ്പെടുത്തി. ബോട്ടുകളും തോണികളും തടാക മധ്യത്തിലേക്ക് നീക്കിവിട്ടു. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലമൊന്നും കിട്ടിയില്ല. അടുത്തതായി എല്ലാ ഗാർഡുകളും തടവുകാരും അവരവരുടെ സൂപ്പർവൈസർമാരുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന ഉത്തരവുണ്ടായി. മോറിസിനെ വധിക്കാൻ ഉത്തരവിട്ടത് വിഡ്ഢിത്തമായെന്നും മേധാവികൾക്ക് തോന്നി. ഗാർഡുകൾ അയാളെ വധിച്ച ശേഷം താവളത്തിലെ ഇലക്ട്രിക് ശ്മശാനത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയാളെ ഗാർഡുകൾ പിടികൂടിയതു മുതൽ ഗാരി അങ്കിളിനും സംഘത്തിനും താവളത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു ചാടാൻ വേണ്ടത്ര സമയം കിട്ടുന്നതുവരെയുള്ള 48 മണിക്കൂർ മോറിസൺ യാതൊരു വിവരവും നൽകാതെ ഭീകരമായ മർദ്ദനങ്ങൾക്ക് നേരെ പിടിച്ചു നിന്നിരുന്നു. അയാളെ വധിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും വിവരം ചോർത്തിയെടുക്കാമായിരുന്നെന്നും INS മേധാവികൾ പരിതപിച്ചു. ഏതായാലും ഉറങ്ങിക്കിടന്നവരും ജോലിയിലേർപ്പെട്ടിരുന്നവരും വിശ്രമിക്കുന്നവരും വിനോദത്തിലേർപ്പെട്ടിരിക്കുന്നതുമായ സകലരും അവരവരുടെ മേലധികാരികളുടെ മുൻപിൽ ഉടൻ ഹാജരായി. തടവുകാരുടെ കൂടെ സ്കീയിങ് വിനോദസ്ഥലത്തേക്ക് പോയിരുന്ന 2 ഗാർഡുകളും തുരങ്കത്തിൻ്റെ ഗേറ്റ് കീപ്പറും മാത്രം റിപ്പോർട്ട് ചെയ്തില്ല. ഉടൻ അന്വേഷണമായി. ബോധമറ്റ നിലയിൽ മരണാസന്നരായി മണ്ണിൽ കിടന്നിരുന്ന 3 ഗാർഡുകളെയും അവർ കണ്ടെത്തി. വിവിയൻ വീണുകിടക്കുകയായിരുന്നു. ഗാരി അങ്കിളും ബട്ടനും കൂടി അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അലീനയും ബോണയും കൂടി തെറിച്ചുപോയ ഹിമപാതകങ്ങൾ എടുത്തുകൊണ്ടുവന്നു. നിനക്ക് പരിക്കു വല്ലതുമുണ്ടോ? ഗാരി അങ്കിൾ വിവിയൻ്റെ ദേഹത്തെ മഞ്ഞ് തട്ടിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു. എവിടൊക്കെയോ ചതവേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും വേദന, വിവിയൻ പറഞ്ഞു. യാത്ര തുടരാൻ പറ്റുമോ? റോമൽ അക്ഷമനായി. വിവിയൻ പെട്ടെന്ന് സ്കീ കാലിൽ ധരിച്ചു. വീണ്ടും അവർ യാത്ര തുടർന്നു. ഗാരി അങ്കിളും റോമലും ബട്ടനും അനായാസമായി നീങ്ങിക്കൊണ്ടിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ എന്ന പോലെ അവർ മഞ്ഞിനു മീതെ കൂടി തെന്നി പാഞ്ഞു. വിവിയനും ബോണയും അവിദഗ്ധമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. വിവിയനാണെങ്കിൽ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. ചെറിയ കുന്നുകൾ ഒന്നൊന്നായി കയറിയിറങ്ങിപ്പോയി. ചില കയറ്റങ്ങളിൽ സ്കീ അഴിച്ചു മാറ്റിയ ശേഷം നടന്നു കയറേണ്ടി വന്നു. സ്കീ ഉപയോഗിക്കാൻ പറ്റാത്ത ദുർഘട സ്ഥലങ്ങൾ കുറേയധികമുണ്ടായിരുന്നു. വിവിയൻ, ബോണ, കുറെ കൂടി വേഗത്തിൽ, എത്രയും പെട്ടെന്ന് നമുക്ക് കടൽക്കരയിലെത്തിയേ പറ്റൂ, ഗാരി അങ്കിൾ പറഞ്ഞു. വിവിയനും ബോണയും വേഗം കൂട്ടി. ഒരു ഭാഗത്ത് ധവളാഭമായ ഹിമശൈലങ്ങൾ, മറുഭാഗത്ത് നീലമായ കടൽ. ആകാശത്തു നിന്നും പൊടിമഞ്ഞ് തൂവിക്കൊണ്ടിരുന്നു. അത് അവരുടെ ശിരസിലും വസ്ത്രങ്ങളിലും പറ്റിപ്പിടിച്ചു. റോമലാണ് ഏറ്റവും മുൻപിൽ. അവൻ ഒരു അഭ്യാസിയെപ്പോലെ അനായാസം മഞ്ഞിനുമീതെ പറന്നു നീങ്ങി. എല്ലായ്പ്പോഴും അവൻ മുൻപിലായിരുന്നു. ഉത്സാഹത്തിൻ്റെയും ശക്തിയുടെയും വേഗതയുടെയും പ്രതീകം പോലെ. ബോട്ട് അവിടെ തന്നെ ഉണ്ടാകണമേ എന്ന് അവർ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബോട്ട് അവിടെയുണ്ടെങ്കിൽ അത് ജീവിതം, അല്ലെങ്കിൽ മരണം. ഉത്കടമായ ഉത്കണ്ഠയോടെ അവർ ബോട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. കടലിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു കൂറ്റൻ പാറക്കെട്ടിന് കീഴിലായിരുന്നു അത്. അവിടെ തുരങ്കം പോലെ തോന്നിച്ചു. കൈകോർത്തു പിടിച്ച് അവർ തുരങ്കത്തിൽ കിടന്നു. ഒരു പാറവിളമ്പിലൂടെ അവർ നീങ്ങി. തുരങ്കത്തിനുള്ളിൽ ഇരുട്ടായിരുന്നു. ബോണ അവളുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് കത്തിച്ചു. സ്കീയിങ് വിനോദ കേന്ദ്രത്തിൽ നിന്ന് ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയ ഒരു ലൈറ്റർ അവൾ എടുത്ത് സൂക്ഷിച്ചു വച്ചിരുന്നതാണ്. ലൈറ്റർ കത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പാറക്കെട്ടിനടിവശം മങ്ങിത്തെളിഞ്ഞു. വെള്ളത്തിൽ ചാഞ്ചാടിക്കൊണ്ട് ബോട്ട് കിടക്കുന്നത് കാണാമായിരുന്നു. പാറക്കെട്ടിന്മേൽ ഉരസി അതിൻ്റെ ഒരു വശം കുറെ തേഞ്ഞടർന്നു പോയിരുന്നു. ബോട്ട് കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു. പാറമേൽ കമ്പിയടിച്ച് കൊളുത്തിയിട്ടിരുന്ന പ്ലാസ്റ്റിക് ചരടിലൂടെ റോമൽ ആദ്യം താഴേക്ക് തൂങ്ങിയിറങ്ങി. അവൻ ബോട്ടിൻ്റെ മേൽത്തട്ടിൽ കാലുറപ്പിച്ചു നിന്നു. തുടർന്ന് മറ്റുള്ളവരോടും താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. ചരടിലൂടെ ഓരോരുത്തരായി തൂങ്ങിയിറങ്ങി ബോട്ടിലെത്തി. ബോട്ടിനെ പാറയുമായി ബന്ധിച്ചിരുന്ന ചരട് റോമൽ അഴിച്ചുമാറ്റി. ഇതിനകം ബോണയുടെ കൈവശമുണ്ടായിരുന്ന ലൈറ്ററിലെ ഗ്യാസ് കത്തിത്തീർന്നു കഴിഞ്ഞിരുന്നു. വെളിച്ചമില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല, റോമൽ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? ബട്ടൺ കൈമലർത്തി. പുറത്തേക്ക് ബോട്ട് തുഴഞ്ഞിറക്കുക. പുറത്ത് വെളിച്ചമുണ്ടല്ലോ, അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാം, വിവിയൻ അഭിപ്രായപ്പെട്ടു. സ്കീ ഉപയോഗിച്ച് എല്ലാവരും വെള്ളത്തിൽ കുത്തിത്തുഴഞ്ഞ് ബോട്ട് കടലിലിറക്കി. അരണ്ട പ്രകാശത്തിൽ ബോട്ടിൻ്റെ ഉൾഭാഗം ശരിക്ക് കാണാൻ മതിയാകുമായിരുന്നില്ല.
രാത്രി അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. കിഴക്ക് ദിക്കിലെ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് ബോണ പറഞ്ഞു. ഇല്ല, പ്രഭാതമാകാൻ ഇനിയും സമയമുണ്ട്, ഗാരിയങ്കിൾ അറിയിച്ചു. റോമൽ അയാളുടെ കയ്യിൽ നിന്നും ചാട്ടുവാങ്ങി നോക്കി. ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കേണ്ട വിധം അതിൽ വ്യക്തമാക്കിയിരുന്നു. റോമൽ ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ അത് അനങ്ങിയതേയില്ല. റോമൽ മടുത്തു കഴിഞ്ഞപ്പോൾ ബട്ടൺ പരിശ്രമിച്ചു നോക്കി. അതുകൊണ്ടും ഫലമൊന്നും ഉണ്ടായില്ല. ക്രമേണ അന്തരീക്ഷത്തിലെ പ്രകാശം മങ്ങി ഇരുട്ട് കൂടിക്കൂടി വന്നു. ചന്ദ്രൻ അസ്തമിക്കുകയാണ്, ഗാരി അങ്കിൾ പറഞ്ഞു. ഇനി പ്രഭാതം വരെ ഇരുട്ടായിരിക്കും. ബോണ ഇതിനിടയിൽ ക്യാബിനുള്ളിൽ നിന്ന് ഒരു ടോർച്ച് തപ്പിയെടുത്തുകൊണ്ടുവന്നു. ഗാരി അങ്കിൾ ടോർച്ച് തെളിച്ച് സ്വിച്ച് ബോർഡും എഞ്ചിൻ കേസുമൊക്കെ പരിശോധിച്ചു നോക്കി. എവിടെയോ കുഴപ്പമുണ്ട്, അയാൾ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ കടലിൽ ബോട്ട് ഇറക്കാൻ പറ്റിയ സമയമാണ്. വേലി ഇറക്കമാണ്. നല്ല വേഗതയിൽ പുറംകടലിലേക്ക് വലിച്ചുകൊണ്ടു പോയിക്കൊള്ളും. പക്ഷേ എഞ്ചിനൊന്നു തുമ്മുകയെങ്കിലും ചെയ്യണ്ടേ? സെയിലിംഗ് ഒരുവിധം വശമുള്ള റോമൽ പറഞ്ഞു. ഇത് നമ്മളെ ചതിക്കുമെന്നാണ് തോന്നുന്നത്. ബർട്ടൺ നിരാശതയോടെ കൊടുമുടിയിലേക്ക് നോക്കി. അവിടെ ആകാശത്തേക്ക് ചുവന്ന പ്രകാശം വട്ടം ചുറ്റി ചുഴന്നു പോകുന്നത് അവൻ കണ്ടു. കുറെ കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഹെലികോപ്റ്ററുകളുടെ ഇരമ്പം കേട്ടു. നമ്മൾ ചാടിപ്പോന്നത് അവർ അറിഞ്ഞു. അവർ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്, വിവിയൻ ഭീതിയോടെ പറഞ്ഞു. പെട്ടെന്ന് എല്ലാ ദിക്കുകളെയും പ്രകാശമാനമാക്കിക്കൊണ്ട് ആകാശത്ത് ഒരു മഗ്നീഷ്യം ബോംബ് പൊട്ടി. അധ്യായം 11. സ്ഫോടനത്തോടനുബന്ധിച്ചുണ്ടായ പ്രകാശപ്രളയത്തിൽ മഞ്ഞുമലകൾ വെട്ടിത്തിളങ്ങി. കടലിൻ്റെ ഉപരിതലം പോലും പകൽ വെളിച്ചത്തിലെന്ന പോലെ വ്യക്തമായിരുന്നു. തിരയും തീരങ്ങളും പോലും വ്യക്തമായി. മലമുകളിൽ അവർ തിരയുകയാണ്. ഗാരി അങ്കിൾ പിറുപിറുത്തു. ഹെലികോപ്റ്ററുകളുടെ ഇരമ്പം നേർത്തു കേൾക്കാം. അവയുടെ വെളിച്ചം ആകാശത്തിൽ മിന്നാമിനുങ്ങുകളെപ്പോലെ നീങ്ങിക്കൊണ്ടിരുന്നു. ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള സെർച്ച് ലൈറ്റുകൾ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് നാട്ടിയ ഒരു ബിംബം പോലെ കാണപ്പെട്ടു. നമ്മൾ മലയിലുണ്ടെന്ന് കരുതിയാണ് തെരച്ചിൽ, വിവിയൻ ഭീതിയോടെ പറഞ്ഞു. വീണ്ടും വീണ്ടും കൊടുമുടിയുടെ മുകളിൽ മഗ്നീഷ്യം ബോംബുകൾ പൊട്ടിക്കൊണ്ടിരുന്നു. നമ്മളെ കണ്ടുപിടിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല അവർക്ക്. കടലിലേക്ക് അവരൊന്ന് ശ്രദ്ധ തിരിച്ചാൽ നമ്മൾ കുടുങ്ങിയത് തന്നെ, ബട്ടൺ അഭിപ്രായപ്പെട്ടു. അത് താമസിയാതെ സംഭവിച്ചേക്കും. ബോട്ട് നമ്മളെ ചതിക്കുകയാണെങ്കിൽ. റോമൽ പരിഭ്രാന്തനായി കാണപ്പെട്ടു. കടലിൽ വേലിയിറക്കം ആരംഭിച്ചുവെന്ന് കണ്ട് ഗാരി അങ്കിൾ ബോട്ട് തുഴഞ്ഞുകൊള്ളാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകി. തിരകൾ ബോട്ടിനെ പാറക്കെട്ടുകളിൽ അടിച്ചുടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറേ സമയത്തെ കഠിന ശ്രമം കൊണ്ട് ബോട്ട് കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ പരിധിയിൽ നിന്ന് പുറത്തായി. വേലിയിറക്കത്തിൽപ്പെട്ട് ബോട്ട് പുറംകടലിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. നല്ല വേഗത കിട്ടുന്നുണ്ട്, ബോണ പറഞ്ഞു. അതാണ് അപകടം, ഗാരി അങ്കിൾ മുന്നറിയിപ്പ് നൽകി. ഐസ്ബർഗുകൾ ധാരാളമുള്ള കടലാണ്. ചെന്നിടിച്ചാൽ ബോട്ട് തകർന്നത് തന്നെ. ഗാരി അങ്കിളും ബർട്ടനും റോമലും മാറി മാറി ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. മഞ്ഞുമലകൾക്ക് മീതെ സെർച്ച് ലൈറ്റുകൾ ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകൾ അപ്പോഴും പറന്നുകൊണ്ടിരുന്നു. മഗ്നീഷ്യം ബോംബുകളുടെ സ്ഫോടനം നിലച്ചതുപോലെ തോന്നി. സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തേക്കുക, ഗാരി അങ്കിൾ പറഞ്ഞു. എഞ്ചിൻ സ്റ്റാർട്ടാവുമ്പോൾ ഏതെങ്കിലും ലൈറ്റ് തെളിയാൻ ഇടവരുന്നത് അപകടമാണ്. ബോണ ടോർച്ച് കാണിച്ചു കൊടുത്തു. റോമൽ ലൈറ്റുകളുടെ സ്വിച്ച് ഓഫ് ചെയ്തു. ബോട്ട് വട്ടം കറങ്ങിയും കുത്തനെയും ചിലപ്പോൾ നെടുകയും ശക്തമായ ഒഴുക്കിൽപ്പെട്ടാലെന്ന പോലെ അലക്ഷ്യമായി നീങ്ങി. എഞ്ചിൻ കുറേശ്ശെ തുമ്മാൻ ആരംഭിച്ചിരുന്നു. 2-3 സെക്കൻഡ് നേരത്തേക്ക് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സൂചിപ്പിച്ചിട്ട് അത് നിന്നു പോകുന്നു. എഞ്ചിന് ചലനമുണ്ടെന്നുള്ളത് സംഘത്തിൻ്റെ ഉത്സാഹവും ആത്മവീര്യവും വർദ്ധിപ്പിച്ചു. നമ്മുടെ സുഹൃത്തിന് അല്പം പരിഭവമുണ്ട്, എഞ്ചിനെ ഉദ്ദേശിച്ച് ഗാരി അങ്കിൾ പറഞ്ഞു. വളരെ നാളുകളായി അവനെ ആരും തിരിഞ്ഞു നോക്കിയതേയില്ലല്ലോ. ശരിക്ക് പണിയെടുക്കാൻ തുടങ്ങിയാൽ ഒരു സർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാലോ, അലീന ചോദിച്ചു. മിക്കവാറും, റോമൽ ചിരിച്ചു. പിരിമുറുക്കത്തിന് ഒരൽപ്പം അയവ് വന്നതുപോലെ തോന്നി. എഞ്ചിൻ്റെ ചീറ്റലും തുമ്മലും തുടർന്നുകൊണ്ടിരുന്നു. ഹറിയപ്പ്, സ്വിച്ച് ബോർഡിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് ബട്ടൺ പറഞ്ഞു. താമസിച്ചാൽ ഞങ്ങൾ മാത്രമല്ല, നീയും കുടുങ്ങും. അത് കേട്ടിട്ടെന്ന പോലെ എഞ്ചിൻ ധൃതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവരും ആഹ്ലാദം കൊണ്ട് ആർത്തു വിളിച്ചു. ഇനി നമുക്കൊന്ന് കുതിച്ചു നോക്കാം. ഗാരി അങ്കിൾ ബോട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇരുട്ടിന് കട്ടി കുറഞ്ഞു വരികയായിരുന്നു. ലൈറ്റില്ലെങ്കിലും കടലിൻ്റെ ഉപരിതലം അവ്യക്തമായി കാണാം. ഹെലികോപ്റ്ററുകൾ വട്ടം ചുറ്റി പറക്കുന്ന മഞ്ഞു മൂടിയ കൊടുമുടി അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ദൂരെ അതൊരു മന്ദിരത്തിൻ്റെ താഴികക്കുടം പോലെ തോന്നി. കിഴക്കൻ ചക്രവാളത്തിൽ അരുണാഭ വ്യാപിച്ചുകൊണ്ടിരുന്നു. ആകാശം വിളറി വെളുത്തു നിന്നു. കടലിനു മീതെ പഞ്ഞി നിർത്തിയതുപോലെ മൂടൽ മഞ്ഞിൻ്റെ ഒരടുക്ക് പരന്നുകിടന്നു. ലൈറ്റിടാതെയുള്ള യാത്രയായതിനാൽ നല്ല ശ്രദ്ധ വേണമായിരുന്നു. കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുകട്ടകളിൽ തട്ടി
ബോട്ട് തകരാനിടയാവാതെ ശ്രദ്ധിക്കണം, ബോണ പറഞ്ഞു. ബട്ടൺ ചാർട്ടെടുത്ത് നിവർത്തി. ഏത് ദിക്കിലേക്കാണ് പോകേണ്ടതെന്ന് അതിൽ അടയാളപ്പെടുത്തിയിരുന്നു. ബോട്ടിനുള്ളിലെ കോമ്പസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ദിക്ഭ്രംശമുണ്ടാകില്ലെന്ന് ഉറപ്പുണ്ട്. ചാർട്ടിൽ ഒരു ചെറിയ ദ്വീപ് അടയാളപ്പെടുത്തിയിരുന്നു. കഷ്ടിച്ച് 1 മണിക്കൂർ കൂടിയുണ്ട്. അതിനു മുൻപ് ദ്വീപിലെത്തണം, ഗാരി അങ്കിൾ പറഞ്ഞു. പകൽ മുഴുവൻ തെരച്ചിലുണ്ടായേക്കും, ബട്ടൺ പറഞ്ഞു. തെരച്ചിൽ സംഘത്തിന്റെ കണ്ണിൽപ്പെടാതെ പകൽ മുഴുവൻ ഒളിച്ചിരിക്കാൻ പറ്റിയ ദ്വീപായിരിക്കുമോ അത് എന്നാണെന്റെ സംശയം. എന്തായാലും പകൽ യാത്ര സാധ്യമല്ല, റോമൽ പറഞ്ഞു. അതിനേക്കാൾ ഭേദം നേരെ ചെന്ന് തെരച്ചിൽ സംഘത്തിന് പിടികൊടുക്കുന്നതാണ്. പകൽ മുഴുവൻ എവിടെയെങ്കിലും ഒളിച്ചേ പറ്റൂ. ഏറ്റവും വലിയ നിർഭാഗ്യം പകൽ കൂടുതലും രാത്രി തീരെ കുറവുമാണെന്നുള്ളതാണ്. കഷ്ടിച്ച് 8 മണിക്കൂർ ഇരുട്ട് കിട്ടിയേക്കും. അതായത് ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ ഒക്കില്ല എന്ന്. നമുക്ക് വേണ്ടതോ 24 മണിക്കൂറും സഞ്ചരിക്കാനുള്ള സൗകര്യവും, ഗാരി അങ്കിൾ വെളിപ്പെടുത്തി. ഈ രാത്രിയിൽ കടൽക്ഷോഭമുണ്ടായാലോ? രാത്രിയിലല്ലേ സാധ്യത കൂടുതൽ? അലീന ചോദിച്ചു. കടൽക്ഷോഭമുണ്ടാകാനിടയില്ലാത്ത കാലാവസ്ഥയാണെന്ന് മോറിസൺ പറഞ്ഞിരുന്നു, ബോണ അറിയിച്ചു. നമ്മൾ പോകുന്ന ദിക്കിൽ ഇടയ്ക്കിടെ ചെറുതും വലുതുമായ ധാരാളം ദ്വീപുകളുണ്ട്. പക്ഷേ മനുഷ്യവാസമില്ലാത്തവയാണ്. കടൽക്ഷോഭത്തിന്റെ സൂചന കണ്ടാൽ നമുക്കത് ഇടത്താവളങ്ങളായി ഉപയോഗിക്കാം. കൊടുമുടിയുടെ ദൃശ്യം അപ്രത്യക്ഷമായി. ചുറ്റോടു ചുറ്റും കടൽ മാത്രം. മഞ്ഞുവീഴ്ചയുടെ ശക്തി കുറഞ്ഞു. അലീനയും ബോണയും വിവിയനും കൂടി ബോട്ടിലും മേൽത്തട്ടിലും വീണിരുന്ന മഞ്ഞു കോരിക്കളയുന്ന പണി തുടങ്ങി. ദൂരെ ഒരു പൊട്ടുപോലെ ദ്വീപ് കാണപ്പെട്ടു. ബട്ടൺ ചാട്ട് നോക്കിയിട്ട് പറഞ്ഞു. അതാണെന്ന് തോന്നുന്നു. അതൊരു ദ്വീപാണെന്ന കാര്യത്തിൽ സംശയിക്കേ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, മോറിസിന് തെറ്റുപറ്റുകയില്ലെന്ന്. ചാട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ ദ്വീപ് തന്നെ. എല്ലാവർക്കും സന്തോഷമായി. ഗാരിയങ്കൾ നല്ല വേഗതയിൽ ദ്വീപിന് നേർക്ക് ബോട്ടോടിച്ചു. ഭൂമിയിൽ ശരിക്കു പ്രകാശം പരക്കുന്നതിന് മുൻപ് തന്നെ അവർ ദ്വീപിനെ സമീപിച്ചു. പുറമേ നിന്ന് നോക്കിയാൽ കാണാത്ത വിധം ബോട്ട് ഒളിച്ചു നിർത്താൻ പറ്റിയ സ്ഥലം തേടി ഗാരിയങ്കൾ ആ കൊച്ചു ദ്വീപിനു ചുറ്റും ഒരു വട്ടം ബോട്ടോടിച്ചു. ഭേദപ്പെട്ടതെന്ന് തോന്നിയ ഒരു സ്ഥലം കണ്ട് അവിടെ ബോട്ട് അടുപ്പിക്കുകയും ചെയ്തു. റോമലും ബർട്ടനും ആദ്യം ബോട്ടിൽ നിന്നിറങ്ങി. ബോട്ട് കരയോട് ചേർത്ത് ബന്ധിച്ചു. മഞ്ഞ് മൂടിയ ഒരു ദ്വീപായിരുന്നു അത്. മഞ്ഞിന്റെ ധവളിമ മാത്രമേ കാണാനുള്ളൂ. ദ്വീപിൽ അവിടെവിടെയായി ഇല കൊഴിഞ്ഞ ചെറിയ മരങ്ങൾ നിൽക്കുന്നത് കണ്ടു. പക്ഷികളെയോ മൃഗങ്ങളെയോ കാണാനുണ്ടായിരുന്നില്ല. റോമലും അലീനയും കൂടി ബോട്ടിനുള്ളിലെ അടച്ചിട്ട ഒരു ക്യാബിനിൽ അടുക്കിയിരുന്ന ഭക്ഷണ ടിന്നുകൾ പുറത്തെടുത്തു. ബിസ്ക്കറ്റും ചോക്ലേറ്റും പഴച്ചാറും ഉണങ്ങിയ ഇറച്ചിയും മറ്റുമുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവർ ഹിമക്കണ്ണട ധരിച്ചുകൊണ്ട് ദ്വീപിൽ നടക്കാനിറങ്ങി. സൂര്യപ്രകാശം മഞ്ഞിനു മീതെ പതിച്ചിട്ടുള്ള വെട്ടിത്തിളക്കം കണ്ണുകളുടെ കാഴ്ചശക്തി നശിപ്പിക്കാൻ പോന്നതായിരുന്നു. ഒന്നും കാണാനില്ല, ഒന്നും. റോമൽ അലീനയോട് പറഞ്ഞു. ഗാരി അങ്കിൾ ബോട്ടിലെ സീറ്റിൽ ചുരുണ്ടുകൂടിക്കിടന്നു. പകൽ നീണ്ടുകിടക്കുകയാണ്. 16 മണിക്കൂറോളം. നമുക്ക് 2 ഷിഫ്റ്റിലായി ഉറങ്ങാം. ഒന്നാമത്തെ ഷിഫ്റ്റിൽ ഏറ്റവും ക്ഷീണിതരും ദുർബലരുമായ 3 പേർ. ബാക്കിയുള്ളവർ 2ാം ഷിഫ്റ്റിൽ. ഗാരി അങ്കിൾ കൂട്ടിച്ചേർത്തു. ഞാൻ 1ാം ഷിഫ്റ്റിലാണ്. ഞാനൊരു കിഴവനല്ലേ? അങ്കിൾ വളരെ വേഗം ഉറക്കത്തിലാണ്ടു. വിവിയനും ബോണയും ബോട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറക്കമായി. റോമലും ബർട്ടനും അലീനയും ബോട്ടിന് കാവലിരുന്നു. അവർ സദാ ജാഗരൂകരായി. ഏകദേശം മധ്യാഹ്നമായപ്പോൾ കടലിന്റെ വക്കിൽ നിന്നും ഇരമ്പൽ കേട്ടു തുടങ്ങി. റോമൽ ബോട്ടിൽ നിന്ന് മോറിസന്റെ ദൂരദർശിനി എടുത്തു നോക്കി. താണു പറക്കുന്ന പരുന്തുകളെപ്പോലെ കടലിന് മീതെ കൂടി ഒരു പറ്റം ഹെലികോപ്റ്ററുകൾ പറന്നെടുക്കുന്നത് കാണാമായിരുന്നു. അവയ്ക്ക് താഴെ കടൽ പരപ്പിലൂടെ ഒരു നിര ബോട്ടുകൾ കുതിച്ചു വരുന്നതും കാണായി. അവർ ഇവിടേക്ക് വരികയാണ്, റോമൽ പരിഭ്രാന്തനായി പറഞ്ഞു. അധ്യായം 12. റോമൽ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി. എന്തുപറ്റി? ഗാരി അങ്കിൾ പരിഭ്രമത്തോടെ ചോദിച്ചു. റോമൽ കടൽ പരപ്പിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ദൂരദർശിനി ഗാരി അങ്കിളിന്റെ കയ്യിൽ കൊടുത്തു. ദൂരെ ചക്രവാളത്തെ തൊട്ട് ഹെലികോപ്റ്ററുകൾ പറക്കുന്നതും താഴെ കടലാസു തോണികളുടെ അത്ര ചെറുതെന്ന് തോന്നിക്കുന്ന ബോട്ടുകൾ നിരയായി വരുന്നതും കാണാമായിരുന്നു. നേരെ ഈ ദിക്കിലേക്കാണ്, റോമൽ പറഞ്ഞു. നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, പതുങ്ങിക്കിടക്കുക, ഗാരി അങ്കിൾ പറഞ്ഞു. അവർ വന്ന് കണ്ടുപിടിച്ചുവെന്ന് തോന്നിയാൽ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറുക്കുക. എന്നാലും മരണം നിശ്ചയം. വെളുപ്പ് നിറമായതുകൊണ്ട് മഞ്ഞുപാറകൾക്കിടയിൽ അടുപ്പിച്ചിരിക്കുന്ന ബോട്ടിനെ അത്ര എളുപ്പം കണ്ടുപിടിക്കാൻ വയ്യ. നേരെ തലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ താണു പറക്കുകയും അവരുടെ ദൂരദർശിനിക്കുഴൽ ബോട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് തിരിയുകയും ചെയ്താൽ ദുർവിധി എന്നേ പറയേണ്ടു. വെളുപ്പല്ലാത്തതെല്ലാം വെള്ള വസ്ത്രങ്ങളിട്ട് മൂടുക, ഗാരി അങ്കിൾ പറഞ്ഞു. റോമലും ബട്ടനും കൂടി അത് ചെയ്തു.
അനന്തരം ഉള്ള തോക്കുകളെടുത്ത് ലോഡ് ചെയ്തുകൊണ്ട് അവർ പ്ലാറ്റ്ഫോമിൽ കമിഴ്ന്നു കിടന്നു. പെൺകുട്ടികളുടെ മുഖത്ത് അനിയന്ത്രിതമായ ഭീതി ദൃശ്യമായിരുന്നു. വിവിയനും പെൺകുട്ടികളെപ്പോലെ ഭയന്നു കാണപ്പെട്ടു. ഹെലികോപ്റ്ററിന്റെ ഇരമ്പം അടുത്തു വന്നുകൊണ്ടിരുന്നു. ആദ്യത്തേത് ദ്വീപിന് വളരെ മുകളിലായി കടന്നുപോയി. നിമിഷങ്ങൾക്ക് ശേഷം ഒരെണ്ണം കുറെ കൂടി താണു പറന്നുപോയി. ദൂരേക്ക് പോയെന്ന് തോന്നുന്നു. അകന്നകന്നു പോകുന്ന ഇരമ്പം ശ്രദ്ധിച്ചുകൊണ്ട് റോമൽ പിറുപിറുത്തു. അല്പം കഴിഞ്ഞപ്പോൾ തീരെ താണു പറന്ന ഒരു കോപ്റ്റർ വരുന്നതിന്റെ ശബ്ദം കേൾക്കായി. മോട്ടോർ ബ്ലേഡുകളിൽ നിന്നുള്ള കാറ്റേറ്റ് ജലശിഖരങ്ങൾ എമ്പാടും തെറിച്ചു. കടലിൽ ഒരു ഫൗണ്ടൻ ഉണ്ടായതുപോലെ തോന്നുമായിരുന്നു. ബോട്ടിലുള്ളവർ ശരിക്കും നനഞ്ഞു. രാക്ഷസന്റെ ശിരസ് പോലെ പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ കോപ്റ്ററിന്റെ മുൻഭാഗം പ്രത്യക്ഷപ്പെട്ടു. അതിലിരിക്കുന്ന ആളുകളെ കാണാമായിരുന്നു. കാറ്റിൽ ബോട്ട് ചാഞ്ചാടി. മഞ്ഞുതരികൾ ഊതിപ്പറന്നു. എല്ലാം ഞൊടിയിടയിൽ കഴിഞ്ഞു. മിന്നൽ പോലെ അതിന്റെ വാലറ്റവും കടന്നുപോയി. അവർ നമ്മളെ കണ്ടുവോ? ബർട്ടൻ ഭയചകിതനായി ഗാരിയങ്കിളിനെ നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. അവർ ദ്വീപിന്റെ നടുവിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു, ഗാരിയങ്കിൾ പറഞ്ഞു. ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചു. ഒരു ജോഡി കണ്ണുപോലും നമ്മുടെ നേർക്ക് തിരിഞ്ഞില്ല. അവർ ദ്വീപിൽ തിരയുകയായിരുന്നു. ആരുടെയെങ്കിലും കണ്ണുകൾ നമ്മുടെ നേർക്ക് വീണിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായും വെടിവെക്കുമായിരുന്നു. കമ്പിളിക്കീഴിൽ നിന്നും തോക്ക് ഉയർത്തിക്കൊണ്ട് റോമൽ പറഞ്ഞു. വീണ്ടും കോപ്റ്ററിന്റെ ഇരമ്പം കേട്ടു തുടങ്ങി. താണു പറന്ന് കടന്നുപോയ കോപ്റ്റർ ദ്വീപിനെ വലം വെച്ച് വരുന്നുണ്ടായിരുന്നു. ഇത്തവണ അവർ കുറേയധികം ഉയരത്തിലായിരുന്നു. 4-5 തവണ ദ്വീപിനെ വട്ടമിട്ട് പറന്ന ശേഷം അവർ അകലേക്ക് പോയി. ഹെലികോപ്റ്ററുകളെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന് വേണം വിചാരിക്കാൻ. ബട്ടൺ ബൈനോക്കുലർ എടുത്തുവെച്ച് നോക്കി. അടുത്തത് വരുന്നുണ്ട്, ബോട്ടുകൾ. അവർ ദ്വീപിലിറങ്ങി തിരയാൻ തീരുമാനിച്ചാൽ നമ്മുടെ കഥ കഴിഞ്ഞു. കാത്തിരിക്കുക, അതേ ചെയ്യാനുള്ളൂ, ഗാരിയങ്കിൾ പറഞ്ഞു. ബോട്ടുകൾ അടുത്തു വന്നുകൊണ്ടിരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോൾ അവ അടുത്തടുത്തായാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിയിരുന്നു. എന്നാൽ അടുത്തപ്പോൾ മനസ്സിലായി ഓരോന്നും തമ്മിൽ മൈലുകളുടെ അകലമുണ്ടെന്ന്. 2 ബോട്ടുകൾ നല്ല പട്ടാളച്ചിട്ടയോടെ ദ്വീപിനിരുവശത്തുകൂടെയും കടന്നുപോയി. ബോട്ടിന്റെ മേൽത്തട്ടിൽ നിന്നും ചുവപ്പ് വേഷധാരികൾ ദൂരദർശിനിയിലൂടെ 4 ചുറ്റും നോക്കുന്നത് കാണാമായിരുന്നു. ബോട്ടുകളുടെ ശബ്ദം ചക്രവാളത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതായി. ഇനി വേണമെങ്കിൽ റോമലും ബർട്ടനും അലീനയും ഉറങ്ങിക്കൊള്ളൂ, ഞങ്ങൾ കാവലിരിക്കാം, ഗാരിയങ്കിൾ പറഞ്ഞു. റോമലും ബർട്ടനും കുറെ സമയം കൂടി കാത്തിരുന്നു. അതിനുശേഷം ഉറങ്ങാൻ കിടന്നു. ബർട്ടൻ മുകളിൽ തന്നെ കിടന്നു. റോമൽ താഴെയിറങ്ങി. അവിടെ തണുപ്പ് കാറ്റിന്റെ ശല്യമില്ല. വിവിയൻ കോട്ടുവായി ഇട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നീ ഉറക്കമൊഴിക്കണമെന്നില്ല, റോമൽ അവനോട് പറഞ്ഞു. കേൾക്കാത്ത താമസം വിവിയൻ കിടക്കുകയും ചെയ്തു. അലീനയും റോമലും അഭിമുഖമായി കിടന്നു. മുഖം ശരിക്കും കാണാമായിരുന്നു. 2 പേരും പരസ്പരം കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അലീനയുടെ മുഖം വിളറിയിരുന്നു. എങ്കിലും കണ്ണുകളിൽ ആത്മവിശ്വാസവും പ്രത്യാശയും ദൃശ്യമായി. രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അലീന വിറയ്ക്കുന്നത് കണ്ട് അവന് അലിവ് തോന്നി. പുതച്ചിരുന്ന ഷാളെടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടു. അവളുടെ കണ്ണുകൾ പിന്നെയും വിടർന്നു. അവന്റെ മുഖത്തേക്കല്ല, അവന്റെ ജീവിതത്തിലേക്ക്, അതിന്റെ വിശാലതയിലേക്ക് കാരുണ്യത്തോടെ നോക്കുകയായിരുന്നു അവൾ. റോമൽ അവളുടെ തോളിൽ കൈത്തലം വെച്ചു. സാരമില്ല, അവൻ അത്രയേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തേങ്ങൽ ശക്തിയായി പുറത്തേക്ക് വന്നു. തന്റെ ശിരസ് നിരക്കിക്കൊണ്ടുവന്ന് അവൾ അവന്റെ നെഞ്ചിൽ നെറ്റിത്തടം ചേർത്ത് വെച്ചു. പിന്നെ ജീവിതത്തിലൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്ര സുരക്ഷിത ബോധത്തോടെ ഉറങ്ങുകയും ചെയ്തു. തനിക്ക് ചെയ്യേണ്ട ജോലി ഇരട്ടിച്ചതായി റോമലിന് തോന്നി. പുതുതായി ഒരു വലിയ ഉത്തരവാദിത്വം കൂടി വന്നു ചേർന്നതുപോലെ. എന്നാലും സന്തോഷമാണ് അനുഭവപ്പെട്ടത്. ഓരോരുത്തരും മാറി മാറി ഉറങ്ങിയും കാവലിരുന്നും രാത്രി വരെ കഴിച്ചുകൂട്ടി. നീല ജലപ്പരപ്പിനു മീതെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകാനൊരുങ്ങി. ഗാരിയങ്കിൾ എല്ലാ ദിക്കിലേക്കും സൂക്ഷിച്ചു നോക്കി. എവിടെയെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. സമീപത്തെങ്ങും വേറെ ദ്വീപുകളുണ്ടായിരുന്നില്ല. ഗാരിയങ്കിൾ ചാർട്ടെടുത്ത് നിവർത്തി പരിശോധിച്ചു. അടുത്ത ദ്വീപിന്റെ സ്ഥാനവും ദൂരവും അവിടെ എത്താൻ വേണ്ടിവരുന്ന സമയവും ചാർട്ടിൽ അടയാളപ്പെടുത്തിയിരുന്നു. കോമ്പസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പുറപ്പെടാം. ഇരുട്ടിന് കട്ടി കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് ലൈറ്റില്ലാതെ തന്നെ നമുക്ക് കടൽ കാണാൻ സാധിക്കും. ചെറിയ ലൈറ്റുകൾ ഇട്ടുകൂടെ? ബട്ടൺ ചോദിച്ചു. അത് അപകടമാണ്. കടലിൽ എവിടെയെങ്കിലും അവന്മാർ നങ്കൂരമിട്ട് വിളക്കും കെടുത്തി കാത്തുകിടപ്പുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. അവർ യാത്ര ആരംഭിച്ചു. ഗാരിയങ്കിളാണ് ബോട്ട് ഓടിച്ചത്. കടൽ ശാന്തമായിരുന്നു. മഞ്ഞുമലകളെ തഴുകി വരുന്ന കാറ്റേറ്റ് തിരമാലകൾ പൊങ്ങിയും താണും എവിടേക്കോ പോയിക്കൊണ്ടിരുന്നു. ഇതേ വേഗതയിൽ വഴിക്ക് ആപത്തൊന്നും ഉണ്ടാകാതെ പോവുകയാണെങ്കിൽ പ്രഭാതമാകുമ്പോഴേക്കും നമ്മൾ 2ാമത്തെ താവളത്തിലെത്തും, ഗാരിയങ്കിൾ പറഞ്ഞു.
അയാൾ ബട്ടനെ ബോട്ട് ഓടിക്കാൻ ഏൽപ്പിച്ച ശേഷം ക്യാബിനിലെ പെട്ടികളിൽ തപ്പിത്തിരിഞ്ഞ് നടന്നു. ഒരു ചുരുട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഏറെ നേരത്തെ തെരച്ചിലിനിടയിൽ ഒരു പോളിത്തീൻ ബാഗിനുള്ളിൽ നിന്നും ഏതാനും പാക്കറ്റ് സിഗരറ്റ് അയാൾക്ക് കിട്ടി. ധാരാളം. അയാൾ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. പിന്നെ സിഗരറ്റ് കത്തിച്ച് ആസ്വാദ്യതയോടെ പുകവലിക്കുവാൻ തുടങ്ങി. ബാക്കി അയാൾ പോളിത്തീൻ കവറിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ഉറക്കമൊഴിക്കേണ്ട അവസരമുണ്ടാകുമ്പോൾ ഇത് അത്യാവശ്യമായി വരും. ബോണ കാപ്പി ഇടുകയാണ്. അലീന അവളെ സഹായിക്കുന്നുണ്ട്. കാപ്പി ചേർത്ത് കഴിഞ്ഞപ്പോൾ വിവിയൻ അത് കപ്പുകളിൽ പകർന്ന് ഓരോരുത്തർക്കും കൊടുത്തു. മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിന് കനം കൂടി വന്നു. ലൈറ്റിടാതെ നിവൃത്തിയില്ലെന്നായി. ഒടുവിൽ ഗാരി അങ്കിൾ സമ്മതിച്ചു. കടലിൽ പ്രകാശം വീണതോടെ ബട്ടൺ സ്പീഡ് കൂട്ടി. ഉറക്കം വരുന്നവർക്ക് കിടന്നുറങ്ങാം, റോമൽ അറിയിച്ചു. പക്ഷേ ആരും ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. ലൈറ്റിട്ടുകൊണ്ട് 2 മണിക്കൂർ നേരത്തോളം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. കടലിൽ വലുതും ചെറുതുമായ ഐസ്ബർഗുകൾ നീങ്ങുന്നത് കാണാമായിരുന്നു. പ്രകാശം മേൽക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന കൂറ്റൻ മഞ്ഞുകട്ടകൾ. അവയ്ക്കിടയിലൂടെ അപകടം കൂടാതെ ബോട്ട് ഓടിക്കുന്നത് ദുഷ്കരമായിരുന്നു. 4 ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരുന്ന റോമൽ പെട്ടെന്ന് നടുക്കുന്ന ആ കാഴ്ച കണ്ടു. പുറകിൽ ചക്രവാളത്തിൽ തീപ്പൊട്ടുകൾ. അവർ പിന്തുടരുന്നു. റോമൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരും നോക്കി. ചക്രവാളത്തിലെ വെളിച്ചത്തിന് വേഗതയേറി. ബോട്ടുകളോ ഹെലികോപ്റ്ററോ? ലൈറ്റുകൾ അണച്ചേക്ക്, ഗാരിയങ്കിൾ പറഞ്ഞു. പെൺകുട്ടികൾ താഴേക്ക് പോയിക്കോ. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഹെലികോപ്റ്ററായിരുന്നു അത്. അത് താണു പറന്നുകൊണ്ടിരുന്നു. വലിയ സെർച്ച് ലൈറ്റിൽ നിന്നുള്ള പ്രകാശം കടലിൽ വലിയൊരു വൃത്തം രചിച്ചു. മറ്റൊന്നിൽ നിന്നുള്ള പ്രകാശം വൃത്താകൃതിയിൽ കറങ്ങുകയും പെട്ടെന്ന് ബോട്ട് പ്രകാശത്തിന്റെ വൃത്തപരിധിക്കുള്ളിലായി. ദൈവമേ, അവർ കണ്ടുപിടിച്ചു. ബോണ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. ബർട്ടൻ പ്രകാശപരിധിക്കുള്ളിൽ നിന്നും ബോട്ട് വെട്ടിച്ച് നീക്കാൻ യത്നിച്ചു. ഹെലികോപ്റ്ററിലെ തോക്കുകൾ തുടരെ തുടരെ ഗർജിച്ചു. വെടിയുണ്ടകൾ വെള്ളത്തിൽ പതിക്കുമ്പോഴുള്ള ശബ്ദം തീർന്നു. വിവിയൻ ഭയചകിതനായി പിറുപിറുത്തു. അധ്യായം 13. ബട്ടൻ ഇടംവലം വെട്ടിച്ച് ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. ഒരു വേള അവർ ഹെലികോപ്റ്ററിന്റെ പ്രകാശപരിധിക്ക് പുറത്താവും. പെട്ടെന്ന് തന്നെ പരിധിക്കുള്ളിൽ പെടുകയും ചെയ്യും. ബോട്ടിൽ എവിടെയൊക്കെയോ വെടികുണ്ടകൾ തറച്ചു കയറുന്നുണ്ടായിരുന്നു. ബട്ടൻ ഒഴികെ മറ്റെല്ലാവരും പ്ലാറ്റ്ഫോമിൽ കമിഴ്ന്നു കിടന്നു. ജീവിതവും മരണവും നേരിട്ട് പോരാടിക്കൊണ്ടിരുന്ന നിമിഷങ്ങൾ. കോപ്റ്റർ ബോട്ടിനെ മറികടന്നു പോയി. ആകാശത്തിലൊന്ന് വട്ടം ചുറ്റി. അത് കുറെ കൂടി താഴ്ന്നു പറന്നു വന്നു. ഇരയെ റാഞ്ചാനെത്തുന്ന കഴുകനെപ്പോലെ. തോക്കുകൾ ഗർജിക്കുന്നു. ഒരു പക്ഷിയെപ്പോലെ കോപ്റ്റർ ചാഞ്ഞും ചെരിഞ്ഞും പുളഞ്ഞും താഴേക്ക് താണും മുകളിലേക്ക് പെട്ടെന്നുയർന്നും ആക്രമണം തുടർന്നു. ബട്ടൻ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്ന 2 കൂറ്റൻ മഞ്ഞുകൾക്കിടയിലേക്ക് ബോട്ട് ഓടിച്ചു കയറ്റി. ആക്രമിക്കാൻ വന്ന അതേ രീതിയിൽ മുൻപോട്ട് നീങ്ങാൻ തന്മൂലം കോപ്റ്ററിന് കഴിഞ്ഞില്ല. മഞ്ഞുകട്ടകൾക്ക് വൻ പാറക്കെട്ടുകളുടെ അത്ര ഉയരമുണ്ടായിരുന്നു. അതിന്റെ ഇട അഗാധമായ പിളർപ്പുപോലെ തോന്നിച്ചു. ബോട്ട് അതിനുള്ളിലായി. അത് വളരെ അപകടകരമായ നീക്കമായിരുന്നു. മഞ്ഞുകട്ടകൾ തമ്മിലെടുത്താൽ ബോട്ട് ഞെരിഞ്ഞു തകർന്ന് പോയേക്കുമായിരുന്നു. എന്നാൽ അവ ക്രമേണ അകലുകയാണുണ്ടായത്. കോപ്റ്റർ വെടിയുണ്ട വർഷിച്ചുകൊണ്ട് പിളർപ്പിനു മീതെ കടന്നുപോയി. വെടിയേറ്റ് മഞ്ഞു കഷ്ണങ്ങൾ ചിതറിത്തെറിച്ച് ബോട്ടിലേക്ക് വീണുകൊണ്ടിരുന്നു. കോപ്റ്ററിന് കടന്നു പോകാൻ വേണ്ടത്ര വിസ്താരം മഞ്ഞുകട്ടകൾക്കിടയിൽ ഉളവായി. കോപ്റ്റർ തിരിച്ച് ബോട്ടിന് അഭിമുഖമായി പറന്നു താണു. അത് തീരെ താണുവന്നു. വെള്ളം എമ്പാടും ചിതറിത്തെറിച്ചു. ബ്ലേഡുകളുടെ കാറ്റേറ്റ് ബോട്ടിലുള്ളവർ പറന്ന് കടലിൽ വീഴുമെന്നായി. റോമൽ പെട്ടെന്ന് റൈഫിളുമായി ചാടി എഴുന്നേറ്റു. നേരെ തലയ്ക്ക് മുകളിൽ ഇന്ധന ടാങ്കിനെ ലക്ഷ്യമാക്കി അവൻ 2 തവണ നിറയൊഴിച്ചു. കോപ്റ്ററിലെ സബ് മെഷീൻ ഗണ്ണുകൾ ഗർജിക്കാൻ ആരംഭിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരാളിക്കത്തൽ. ദിഗന്ധങ്ങളെ നടുക്കുന്ന സ്ഫോടന ശബ്ദം. നോക്കത്ത ദൂരത്തോളം കടൽപ്പരപ്പ് വ്യക്തമായി മിന്നിത്തെളിഞ്ഞു. സ്ഫോടനത്തിന്റെ ശക്തിയിൽ റോമൽ മറിഞ്ഞിടിച്ച് വീണു. കോപ്റ്റർ 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി കടലിൽ വീണു കഴിഞ്ഞിരുന്നു. കണ്ണഞ്ചയ്ക്കുന്ന പ്രകാശമേറ്റപ്പോൾ തന്നെ എല്ലാവരും കണ്ണുകൾ ഇറുക്കിയടച്ചിരുന്നു. പിന്നെ തങ്ങൾ ഇനിയും ജീവിച്ചിരിക്കുന്നു എന്ന വെളിപാടിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ കോപ്റ്ററുമില്ല, അവശിഷ്ടങ്ങളുമില്ല. ഒരു തീപ്പൊരി പോലും ശേഷിച്ചിരുന്നില്ല. എല്ലാം കടൽ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഗാരിയങ്കിൾ എഴുന്നേറ്റ് റോമലിന്റെ അടുത്ത് വന്നു. അവന്റെ തോളിലടിച്ചുകൊണ്ട് ആഹ്ലാദം മത്തനായി വിളിച്ചു പറഞ്ഞു. ഒന്നാന്തരം. ഇതിനേക്കാൾ നല്ലൊരു പ്രകടനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. റോമലിനും അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്ന് തോന്നി. തങ്ങൾ രക്ഷപ്പെട്ടോ അതോ അപകടത്തിൽ തന്നെയോ എന്ന് നിശ്ചയമില്ലാത്തതുപോലെ. ഗാരിയങ്കിൾ ബട്ടന്റെ അടുത്ത് ചെന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചു. നീ വളരെ നന്നായി പ്രവർത്തിച്ചു. അതുപോലൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ മഞ്ഞുകട്ടകൾക്കിടയിലുള്ളതിനേക്കാൾ പറ്റിയൊരു ഷെൽട്ടർ കണ്ടുപിടിക്കാൻ വേറെ ആർക്കും സാധിക്കുമായിരുന്നില്ല. എൻ്റെ കുട്ടികൾക്ക് ബുദ്ധിയും സാമർഥ്യവും മാത്രമല്ല വിപതി ധൈര്യവുമുണ്ട്.
ഓരോരുത്തരും മുന്നോട്ട് വന്ന് റോമലിനെയും ബട്ടനെയും അഭിനന്ദിച്ചു. മഞ്ഞുകട്ടകളുടെ നടുവിൽ നിന്ന് പുറത്തു കടന്ന ശേഷം അവർ എല്ലാ ദിക്കുകളിലേക്കും കണ്ണോടിച്ചു. അപായ സൂചനയൊന്നും കിട്ടിയില്ല. ലൈറ്റിട്ടുകൊണ്ടല്ലാതെ ബോട്ട് ഓടിക്കാൻ നിർവാഹമില്ലായിരുന്നു. കടലിൽ മഞ്ഞുകട്ടകൾ ധാരാളമായി ഒഴുകി നടക്കുന്നുണ്ട്. അവയിലിടിച്ച് ബോട്ട് തകരാതെ നോക്കണം. ഗാരിയങ്കൾ ഒരു സിഗരറ്റ് കൊളുത്തി വലിച്ചിട്ട് ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വിവേന് അപ്പോഴും ഭയം വിട്ടുമാറിയിരുന്നില്ല. മരണം തൊട്ടടുത്തു വന്നതാണ്. മരണത്തിന്റെ തണുത്ത ഉച്ഛ്വാസം മുഖത്തടിച്ചിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതും റോമലിന്റെയും ബട്ടന്റെയും സമയോചിതവും ധീരവുമായ പ്രവൃത്തികൾ മൂലം. തനിക്കും അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും അവൻ ആഗ്രഹിച്ചു. അങ്ങനെയൊരു ധീരപ്രവൃത്തിയിൽ മരിക്കുന്നതും നന്നാണെന്ന് തോന്നി. പക്ഷേ അതിനുള്ള ചങ്കൂറ്റമില്ല. വേണ്ട സമയത്ത് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയില്ല. മരണഭീതി എല്ലാം ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. ഐസ്ബർഗുകളുടെ രൂപത്തിൽ കടലിലെമ്പാടും അപകടം നിറഞ്ഞിരുന്നതിനാൽ വേഗത കുറച്ചാണ് ബോട്ട് ഓടിച്ചു നീങ്ങിയത്. കുറെ ദൂരം ചെന്നപ്പോൾ ബോട്ടിന്റെ പടി വെള്ളത്തിലേക്ക് മുമ്പത്തേക്കാൾ താണിരിക്കുന്നതായി അലീനയ്ക്ക് തോന്നി. അവൾ റോമലിനെ വിളിച്ച് അത് കാണിച്ചു കൊടുത്തു. എന്നാൽ ബോട്ടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ട്, ബട്ടൻ പറഞ്ഞു. അവർ ഉടൻ ടോർച്ചെടുത്ത് ബോട്ടിന്റെ വശങ്ങൾ പരിശോധിച്ചു. പലയിടത്തും വെടിയുണ്ടകളേറ്റ് ദ്വാരം വീണിട്ടുണ്ട്. ചില പലകകൾ അടർന്നു പോയിരിക്കുന്നു. പൊട്ടിക്കീറിയ ഭാഗങ്ങളുമുണ്ട്. പക്ഷേ അവയൊക്കെ ജലനിരപ്പിന് മുകളിലായിരുന്നു. പ്ലാറ്റ്ഫോമിന്റെ ഒരു പലക ഇളക്കി മാറ്റി നോക്കിയപ്പോൾ അടിത്തട്ടിൽ മുട്ടപ്പം വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കണ്ടു. വെടിയുണ്ടകൾ ഏറ്റുണ്ടായ ഒരു ദ്വാരത്തിലൂടെ പൊട്ടിയ പൈപ്പിൽ നിന്നെന്ന പോലെ വെള്ളം ചീറ്റി വീഴുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ഭീതിയുടെ വിളർച്ച വ്യാപിച്ചു. ഗോഡ്, നമ്മളെല്ലാം മുങ്ങിച്ചാകാൻ പോവുകയാണ്, റോമൽ പറഞ്ഞു. ബട്ടനെ ബോട്ട് ഓടിക്കുന്ന ചുമതല ഏൽപ്പിച്ചിട്ട് ഗാരി അങ്കിൾ അവിടേക്ക് വന്നു. ഒരു പലക കൂടി ഇളക്കി മാറ്റിയ ശേഷം വിവിയനും റോമലും കൂടി വെള്ളം കോരിക്കളയുന്ന പണി തുടങ്ങിയിരുന്നു. മുകളിൽ നിൽക്കുന്ന അലീനയും ബോണയും അത് വാങ്ങി കടലിലേക്ക് ഒഴിച്ചു കളയുന്നു. എന്തു ഭ്രാന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഗാരി അങ്കിൾ അവരെ ശകാരിച്ചു. ആ ദ്വാരം അടയ്ക്കാതെ വെള്ളം കോരിക്കളഞ്ഞതുകൊണ്ട് എന്തു ഫലം? കൂടെ കൂടെ അത് വലുതായി വരികയാണ്. അതിങ്ങനെ തുടർന്നാൽ നമ്മളെ മുക്കിക്കളയും, തീർച്ച. ഗാരി അങ്കിൾ തന്നെ പെട്ടെന്ന് തകർന്നു കിടന്ന പലക കഷ്ണങ്ങളിൽ ഒരെണ്ണം എടുത്ത് ചെത്തി ആപ്പ് പോലെയാക്കി. അതിനു മീതെ തുണി ചുറ്റിയ ശേഷം വെള്ളം കടന്നു വന്നുകൊണ്ടിരുന്ന ദ്വാരത്തിൽ അടിച്ചു കയറ്റി. അതിന്മേൽ ഊന്നിപ്പിടിച്ചു നിൽക്കാൻ വിവിയനെ ഏർപ്പെടുത്തി. വെള്ളം കോരാൻ അലീന നിന്നു. അത് പുറത്തേക്ക് കളയാൻ റോമലും. ദ്വാരത്തിന്റെ വശങ്ങളിലൂടെ വെള്ളം അല്പാൽപമായി ഉള്ളിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. അടുത്ത തുരുത്തിലെടുത്തിട്ട് വേണം ശരിക്കും റിപ്പയർ ചെയ്യാൻ. അല്ലാതെ ഇതിൽ യാത്ര ചെയ്യാൻ കൊള്ളുകയില്ല, ഗാരി അങ്കിൾ പറഞ്ഞു. അല്ലെങ്കിലും ഇവളെ ഇനി വിശ്വസിക്കാമെന്ന് തോന്നുന്നില്ല, റോമൽ അഭിപ്രായപ്പെട്ടു. ഇവളുടെ വശങ്ങൾ മുഴുവൻ വെടിയുണ്ടയേറ്റ് വെട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മോശമായ കാലാവസ്ഥ വന്നാൽ ഇവൾ നമ്മളെ ചതിക്കും. ശക്തിയുള്ള 2-4 തിരകൾ മതി തകർന്ന വശങ്ങൾ അടിച്ചു പൊളിച്ച് മുക്കിക്കളയാൻ. നമുക്കിതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ, ബോണ പറഞ്ഞു. ഇല്ല, മോശമായ കാലാവസ്ഥ ഉണ്ടാവരുതേ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയുമല്ലാതെ. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ചക്രവാളം വിളറി വെളുത്തു തുടങ്ങി. പ്രഭാതമാവുകയാണ്, ബോണ പറഞ്ഞു. ഗാരി അങ്കിൾ ചാർട്ട് പരിശോധിച്ചു. 2ാമത്തെ ഷെൽട്ടറിലെത്തണമെങ്കിൽ ഇനിയും ബഹുദൂരം സഞ്ചരിച്ചേ പറ്റൂ. ഇടയ്ക്കുണ്ടായ ആക്രമണവും ബോട്ടിന്റെ സ്പീഡ് കുറച്ച് ഓടിക്കേണ്ടി വന്നതും മൂലം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സഞ്ചരിക്കേണ്ട അത്രയും ദൂരം പിന്തള്ളാൻ കഴിഞ്ഞില്ല. നമ്മൾ പകൽ സമയത്തും കുറെ സഞ്ചരിച്ചേ പറ്റൂ, ഗാരി അങ്കിൾ പറഞ്ഞു. റോമലും ബോണയും വിവിയനും അയാളുടെ അടുത്തു വന്നിരുന്നു. ചാർട്ട് പരിശോധിച്ചു. അടുത്ത ദ്വീപിലെത്താൻ ഇനി എത്ര ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരുമെന്ന് കണക്കാക്കി. പകൽ സഞ്ചരിക്കുന്നത് അങ്ങേയറ്റം അപകടം പിടിച്ച ഏർപ്പാടാണ്. എന്നാലും അതല്ലാതെ മാർഗമില്ലല്ലോ, റോമൽ വിലപിച്ചു. ബോട്ട് സാമാന്യം വേഗതയിൽ നീങ്ങിക്കൊണ്ടിരുന്നു. പകലുദിച്ചു. കടലിനു മീതെ ശരിക്കും പ്രകാശം വ്യാപിച്ചു. 2 മണിക്കൂർ അപകട സൂചനകളൊന്നുമില്ലാതെ കടന്നുപോയി. ഇത്തവണ ദൂരദർശിനിയിലൂടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ഗാരിയങ്ങളാണ് അത് കണ്ടുപിടിച്ചത്. ഒരു ബോട്ട് തങ്ങളെ പിന്തുടർന്നു വരുന്നു. ശത്രുക്കൾ, അയാൾ മുന്നറിയിപ്പ് നൽകി. വേഗത കൂട്ടിക്കൊള്ളാൻ റോമൽ ബട്ടന് നിർദ്ദേശം നൽകി. ബോട്ട് പരമാവധി വേഗതയിൽ കുതിച്ചു പാഞ്ഞു. മഞ്ഞുകട്ടകൾക്കിടയിലൂടെ ആ മരണപ്പാച്ചൽ ആത്മഹത്യാപരമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ക്രമേണ INSന്റെ ഗൺബോട്ട് അടുത്തു വന്നുകൊണ്ടിരുന്നു. അത് ചീറിപ്പാഞ്ഞു വരികയാണ്. ആ ബോട്ടിന് പുറകിൽ വെള്ളം വകഞ്ഞു മാറിയ ഒരു നീണ്ട പാത വളരെ ദൂരത്തിൽ കാണാമായിരുന്നു. ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല, റോമൽ ഹതാശനായി പിറുപിറുത്തു. ബൈനോക്കുലറിലൂടെ നോക്കിയപ്പോൾ സ്റ്റൺ ഗണ്ണുകളേന്തിയ അനേകം ഗാർഡുകൾ ബോട്ടിന്റെ മുകൾത്തട്ടിൽ നിൽക്കുന്നത് കാണാനായി. അങ്ങകലെ ദ്വീപ് ഒരു പൊട്ടുപോലെ ദൃശ്യമായി. അതാ ദ്വീപ്.
അലീന പ്രത്യാശയോടെ വിളിച്ചു പറഞ്ഞു. ഗൺബോട്ടിൽ നിന്നും ഒരു മിന്നൽ കണ്ടു. തുടർന്ന് വെടിപൊട്ടുന്ന ശബ്ദം. ഗാരി അങ്കിളിന്റെയും മറ്റും ബോട്ടിന് വളരെ മുൻപിലായി ഒരു ഷെൽ വന്നു വീണു. അത് പൊട്ടിത്തെറിച്ചപ്പോൾ ഒരു കുന്നിനോളം ഉയരത്തിൽ വെള്ളപ്പാത്തികൾ തെറിച്ചുയർന്ന് വലിയ തിരമാലകളുണ്ടായി. നമ്മൾ വെടിപ്പാട്ടിലായി കഴിഞ്ഞു. റോമൽ തോക്കെടുത്ത് പ്രത്യാക്രമണത്തിന് തയ്യാറായി. വേണ്ട, അവരെ പ്രകോപിപ്പിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. ഇത്തവണ അനങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ കയ്യിൽ ഒന്നാന്തരം ആയുധങ്ങളുണ്ട്. ഗാരി അങ്കിൾ റോമലിനെ തടഞ്ഞു പറഞ്ഞു. വീണ്ടും വീണ്ടും ഷെല്ലുകൾ ബോട്ടിന് മുന്നിലും പുറകിലും വശങ്ങളിലും വന്നു വീണ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. അടുത്തു വീണ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉയരുന്ന തിരപ്പാത്തിയിൽപ്പെട്ട് ബോട്ട് അനേകമടി ഉയരത്തിൽ തെറിച്ചുയരും. എങ്ങനെയോ മറിയാതെ താഴെയെത്തും. ഇത് പലതവണ ആവർത്തിച്ചു. ബോട്ടിൽ നിന്ന് പല സാധനങ്ങളും തെറിച്ചുപോയി. ബോട്ട് ദ്വീപിനോടടുത്തു. ബട്ടൻ അതിനെ ചെളുത്തിട്ടയിൽ ഇടിച്ചു നിർത്തി. എല്ലാവരും ഇറങ്ങ, ഗാരി അങ്കിൾ ആജ്ഞാപിച്ചു. ഞൊടിയിടയിൽ എല്ലാവരും ചാടിയിറങ്ങി. പിന്നെ മഞ്ഞൻ പരപ്പിലൂടെ ദ്വീപിന്റെ ഉള്ളിലേക്ക് ഓടി. INSന്റെ ഗൺബോട്ട് മിനിറ്റുകൾക്കകം ദ്വീപിലെടുത്തു. രക്ഷപ്പെട്ടു പോന്നവരുടെ ബോട്ടിനടുത്തായി അത് നിർത്തി. ബോട്ടിന് നേർക്ക് ഒരു ഡസൻ സ്റ്റൺ ഗണ്ണുകൾ മിനിറ്റുകളോളം ഗർജിച്ചുകൊണ്ടിരുന്നു. അത് അരിപ്പ പോലെയായി. മെല്ലെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്താഴുകയും ചെയ്തു. INS ഗാർഡുകൾ ദ്വീപിലിറങ്ങി മഞ്ഞിൽ പുതഞ്ഞ കാൽപ്പാടുകളെ പിന്തുടർന്നു പാഞ്ഞു. അധ്യായം 14. ഗാരി അങ്കിളും സംഘവും ഓടിപ്പോയ കാൽപ്പാടുകൾ മഞ്ഞിനു മീതെ പതിഞ്ഞു കിടന്നിരുന്നു. INS ഗാർഡുകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് കാൽപ്പാടുകളെ പിന്തുടർന്നു പാഞ്ഞു. ഗാരി അങ്കിളും സംഘവും വളരെ മുൻപിലായിരുന്നു. അവർ നമ്മുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു വരികയാണ്. നമുക്ക് നേരെ ബോട്ടിനടുത്തേക്ക് ഓടാം. അവർ അവിടെ എത്തുമ്പോഴേക്കും ബോട്ടിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യാം, ബട്ടൻ പറഞ്ഞു. അതുകൊണ്ട് എന്തു ഗുണം? റോമൽ ചോദിച്ചു. അവർ വീണ്ടും അവരുടെ ബോട്ടിൽ കയറി നമ്മളെ പിന്തുടരുകയില്ലേ? അവരുടെ ബോട്ട് കേടുവരുത്തിയിട്ട് വേണം നമുക്ക് രക്ഷപ്പെടാൻ, ബോണ അഭിപ്രായപ്പെട്ടു. അത് നല്ല ആശയമാണ്, ഗാരി അങ്കിൾ ശരിവെച്ചു. അവർ തുരുത്തിന്റെ മധ്യഭാഗത്ത് ചെന്ന ശേഷം നേരെ കിഴക്കോട്ട് തിരിഞ്ഞോടി. കടൽക്കരയിലെത്തി. അവിടെ നിന്നും കടൽ തീരം വഴി ബോട്ടടുപ്പിച്ച ഭാഗത്തേക്ക് ഓടി. അവരുടെ ബോട്ടിൽ ഒരു പക്ഷേ ആളുണ്ടാവും, കരുതി വേണം അടുക്കാൻ, റോമൽ പറഞ്ഞു. ബോട്ടടുപ്പിച്ച സ്ഥാനത്തേക്ക് അവർ പതുങ്ങി പതുങ്ങി ഓടി. നമ്മുടെ ബോട്ട് കാണാനില്ല. എല്ലാവരും നടുക്കത്തോടെ നോക്കി. അത് അവന്മാർ വെടിവെച്ച് തകർത്ത് മുക്കിക്കളഞ്ഞിരിക്കുന്നു, റോമൽ പിറുപിറുത്തു. ബോട്ടിലുണ്ടായിരുന്ന ഭാരം കുറഞ്ഞ സാധനങ്ങൾ പലതും കടലിൽ ഒഴുകി നടക്കുന്നത് കാണാമായിരുന്നു. ഇനി എന്തു ചെയ്യും? സകലരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. കാൽപ്പാടുകളെ പിന്തുടരുന്ന ഗാർഡുകൾ ദൂരെ കടൽക്കരയിലൂടെ പാഞ്ഞു വരുന്നത് ചുവന്ന പൊട്ടുകൾ പോലെ കാണായി. അവർ വരികയാണ്. നമ്മൾ കുടുങ്ങും, തീർച്ച. വിവിയൻ ഭീതിയോടെ പുലമ്പി. ഒരൊറ്റ മാർഗമേയുള്ളൂ, അവരുടെ ബോട്ട് പിടിച്ചെടുക്കുക, റോമൽ മന്ത്രിച്ചു. അത് ഒന്നാന്തരം പരിപാടിയാണെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ അവരുടെ ബോട്ടിൽ ഇനിയും സായുധരായ ഗാർഡുകൾ കാവൽ നിൽപ്പുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങളിവിടെ നിൽക്കൂ, റോമൽ പറഞ്ഞു. എന്നിട്ട് ബട്ടനെയും കൂട്ടി കാർബൈനും കൈലേന്തി മഞ്ഞിലൂടെ ഇഴഞ്ഞു നീങ്ങി അവർ INSന്റെ ബോട്ടിനെ സമീപിച്ചു. ബോട്ടിന്റെ മുൻവശത്ത് പ്ലാറ്റ്ഫോമിൽ ഒരു ചുവപ്പ് വേഷധാരി തോക്കുമായി ദ്വീപിന്റെ മധ്യഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. റോമൽ കുറെ കൂടി മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. ഗാർഡ് ശരിക്കും വെടിപ്പാടിലായി കഴിഞ്ഞുവെന്ന് ഉറപ്പായി. അവൻ പെട്ടെന്ന് കാർബൈൻ എടുത്ത് ഗാർഡിന്റെ നേർക്ക് നിറയൊഴിച്ചു. ആദ്യത്തെ വെടിയേറ്റതും അയാളെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് തോന്നി. അതെവിടെ നിന്നാണെന്ന് ഉദ്വേഗത്തോടെ കണ്ണുകൾ കൊണ്ട് പരതുകയാണ് ആദ്യം ചെയ്തത്. റോമലിനെയും ബട്ടനെയും കണ്ടപ്പോൾ അയാൾ റൈഫിൾ എടുത്ത് ഉന്നം പിടിച്ചു. അപ്പോഴേക്കും അയാൾ വേച്ചുപോയി. റോമൽ വീണ്ടും നിറയൊഴിച്ചു. ഇത്തവണ നിലവിളിയോടെ അയാൾ കടലിലേക്ക് തലകുത്തി വീണു. അപ്പോഴേക്കും ബോട്ടോടിക്കുന്ന ആളാണെന്ന് തോന്നിയ ഒരുവൻ ആകെ പകച്ചുകൊണ്ട് മുൻപോട്ട് വന്നു. റോമൽ തോക്കു ചൂണ്ടി നിൽക്കുന്നത് കണ്ടയുടൻ നിരായുധനായ അയാൾ തിരിഞ്ഞ് ബോട്ടിനുള്ളിലേക്ക് ഓടി. പക്ഷേ വെടിയുണ്ടയിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്കും കഴിഞ്ഞില്ല. അയാൾ ഇരുകയും മേലോട്ടുയർത്തി അലറിക്കൊണ്ട് ഒരു വശത്തേക്ക് ചരിയുന്നത് മാത്രം കണ്ടു. പിന്നെ വെള്ളത്തിൽ വീഴുന്ന ശബ്ദവും കേട്ടു. ബോട്ടിന്റെ മറുവശത്തായതിനാൽ ശരിക്ക് കാണാമായിരുന്നില്ല. ബട്ടനും റോമലും INSന്റെ ബോട്ടിലേക്ക് ചാടിക്കയറി. തോക്കു ചൂണ്ടിക്കൊണ്ട് വെകിളി പിടിച്ചതുപോലെ ബോട്ടിനുള്ളിൽ അവിടെയും ഇവിടെയും പാഞ്ഞു നടന്നു. ബോട്ടിനുള്ളിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ബട്ടൻ മേൽത്തട്ടിൽ കയറി നിന്ന് കൈ ശക്തിയിലാട്ടി കൂട്ടുകാരെ വിളിച്ചു. മഞ്ഞിൽ പതുങ്ങിക്കിടക്കുകയായിരുന്ന ഗാരി അങ്കിളും കൂട്ടരും ഓടി ബോട്ടിൽ വന്ന് കയറി. ഏറ്റവും ഒടുവിൽ വന്ന വിവിയൻ ബോട്ടിനെ കരയിലേക്ക് ബന്ധിപ്പിച്ചിരുന്ന കയറഴിച്ചുവിട്ടു. ബോട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് റോമലിനും ബട്ടനും അറിയാമായിരുന്നില്ല. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഗൺ ബോട്ടാണത്. ഗാരി അങ്കിൾ ക്യാബിനിലേക്ക് കടന്നു. അതിന്റെ പ്രവർത്തന സംവിധാനങ്ങൾ നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു.
ഇതിനിടയിൽ കാൽപ്പാടുകൾ പിന്തുടർന്നു വന്ന ഗാർഡുകൾ ബോട്ടിനടുത്തെത്തിയിരുന്നു. എല്ലാവരും ബോട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കുക. തല പുറത്തു കാണിച്ച് അവരുടെ വെടിയുണ്ട ചെലവാക്കണ്ട, ഗാരി അങ്കിൾ പറഞ്ഞു. കുട്ടികൾ ബോട്ടിനുള്ളിൽ പതുങ്ങിക്കൂടി. തന്മൂലം ഗാർഡുകൾക്ക് രക്ഷപ്പെട്ട തടവുകാർ തങ്ങളുടെ ബോട്ട് പിടിച്ചെടുത്തുവെന്നോ അവരാണ് അതിനുള്ളിലുള്ളതെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കടൽ തീരം വഴി ബോട്ടിനടുത്തുവരെ വന്ന തടവുകാർ എവിടെ അപ്രത്യക്ഷരായി എന്ന് മനസ്സിലാകാതെ അവർ സ്തംഭിച്ചു നിന്നു. ബോട്ടിനരികിൽ വരെ പൊടിമഞ്ഞിലെ കാൽപ്പാടുകൾ തെളിഞ്ഞു കാണാം. എല്ലാവരും കൂടി ഓടിവന്ന് കടലിൽ ചാടിയോ? ഗാർഡുകളിൽ ഒരാൾ ബോട്ടിലുണ്ടായിരുന്ന ഗാർഡിനെ ഉച്ചത്തിൽ വിളിച്ച് എന്തോ ചോദിച്ചു. എന്നാൽ മറുപടിയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു. ആദ്യത്തെ കുതിപ്പിൽ കടൽ വെള്ളം കരയിലേക്ക് തെറിച്ചു വീണു. പിന്നെ തിരമാലകളെ മുറിച്ചുകൊണ്ട് അത് അകലേക്ക് ചീറിപ്പാഞ്ഞു. ചുവപ്പ് വസ്ത്രങ്ങൾ ചുറ്റിയ 2 മൃതദേഹങ്ങളെ തിരമാലകൾ തമ്മിൽ എറിഞ്ഞു കളിക്കുന്നത് കണ്ടപ്പോഴാണ് ഗാർഡുകൾക്ക് അമളി മനസ്സിലായത്. തങ്ങളുടെ സഹപ്രവർത്തകരെ വധിച്ചിട്ട് അക്രമികൾ തങ്ങളുടെ ബോട്ടുമായി കടന്നു കളഞ്ഞുവെന്ന് കണ്ടപ്പോൾ അവർക്ക് കലി കയറി. പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ബോട്ടിന് നേർക്ക് അവർ തുടരെ വെടിപൊട്ടിച്ചു. പൊടുന്നന്നെ വിവിയന്റെ നിലവിളി ഉയർന്നു. അവന് വെടിയേറ്റിരുന്നു. അവൻ താഴെ വീണു. ഗാരിയങ്കൾ ചെന്നു നോക്കി. തുടയ്ക്കാണ് വെടിയേറ്റിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് വിവിയനെ ശുശ്രൂഷിച്ചു. ബോണയും അലീനയും ബോട്ടിനുൾഭാഗം മുഴുവൻ ചുറ്റു നടന്നു കണ്ടു. സാമാന്യം വലിയ ബോട്ടായിരുന്നു അത്. ധാരാളം ഭക്ഷണ സാധനങ്ങളും ടിന്നിലടച്ച പാനീയങ്ങളും അതിനുള്ളിലുണ്ടായിരുന്നു. പിന്നെ 2 ആഴ്ചത്തേക്ക് മതിയാകുന്ന ശുദ്ധജല ശേഖരവും. ബർട്ടനും റോമലും ബോട്ടിനുള്ളിൽ നിന്നും സാമാന്യം വലിയ ഒരായുധ ശേഖരം കണ്ടെടുത്തു. നല്ല ഒന്നാന്തരം റിവോൾവറുകൾ, റൈഫിളുകൾ, സ്റ്റൺ ഗണ്ണുകൾ, നാനാ ദിക്കിലേക്കും വെടിവെക്കത്തക്ക വിധം ബോട്ടിന്റെ മുൻപിലും പിന്നിലും വശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് സബ് മെഷീൻ ഗണ്ണുകൾ, പിന്നെ ധാരാളം വെടിത്തിരകളും ഗ്രനേഡുകളും. ഇനിയൊരു ആക്രമണമുണ്ടായാൽ ചെറുക്കാൻ ഇവ ധാരാളം മതി, ബട്ടൻ അഭിപ്രായപ്പെട്ടു. അധ്യായം 15. അവർ ആലോചനയിൽ മുഴുകിയിരിക്കെ ആകാശത്തിൽ വിമാനത്തിന്റെ മുഴക്കമേറിയ ഇരമ്പം കേൾക്കായി. വളരെ ഉയരത്തിൽ വെളിച്ചവും കണ്ടു. ഈ വേള 2ഉം കൽപ്പിച്ചാണ്. ഹെലികോപ്റ്ററല്ല, ഫൈറ്റർ വിമാനത്തെ തന്നെ അയച്ചിരിക്കുന്നു, ഗാരി അങ്കിൾ ആശങ്കയോടെ പറഞ്ഞു. വിമാനത്തിന്റെ അടിഭാഗത്ത് പല കളറിലുള്ള സിഗ്നൽ ലൈറ്റുകൾ മിന്നുകയും മങ്ങുകയും ചെയ്തു. കടലിനു മീതെ അത് വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. വിമാനം താണു പറന്നു തുടങ്ങി. അതിന്റെ അടിഭാഗത്ത് അതിശക്തമായ ഒരു സെർച്ച് ലൈറ്റ് തെളിഞ്ഞു. മൈലുകളോളം ചുറ്റളവിൽ അത് വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. ഒരു വേള ഗാരി അങ്കിളും സംഘവുമുള്ള ബോട്ടും ആ പ്രകാശവൃത്തത്തിനുള്ളിലായി. അവർ നമ്മളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. റോമൽ പിറുപിറുത്തു. വിമാനം പെട്ടെന്ന് മേലോട്ടുയർന്നു. 100 കണക്കിനടി ഉയരത്തിൽ അത് ബോട്ടിന് മുകളിലായി വന്നു. അവർ നമ്മളെ ബോംബ് ചെയ്യാൻ പോവുകയാണ്, നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് ഗാരി അങ്കിൾ എഞ്ചിൻ മുറിയിലേക്ക് ഓടി. നിശ്ചലമായി കിടന്ന ബോട്ട് അയാൾ പെട്ടെന്ന് പ്രവർത്തിപ്പിച്ചു. ഒരു വശത്തേക്ക് ഓടിച്ചു നീക്കുകയും ചെയ്തു. അപ്പോഴേക്കും വിമാനത്തിൽ നിന്നും ബോംബുകൾ വർഷിച്ചു തുടങ്ങിയിരുന്നു. കടലിൽ വീണ് അവയെല്ലാം ഘോരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. റോമലിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും ബോട്ടിനുള്ളിൽ കമിഴ്ന്നു കിടന്നു. കണ്ണഞ്ചിക്കുന്ന മിന്നൽ പ്രകാശപ്രളയം. കടലിളകി മറിഞ്ഞ് ആർത്തിരമ്പുന്നു. തിരകൾ മല പോലെ ഉയർന്നു. ബോട്ടിലേക്ക് അടിച്ചു കയറുന്നു. കടൽ വെള്ളം വീണ് എല്ലാവരും നനഞ്ഞു. ഓരോ സ്ഫോടനത്തിലും ബോട്ട് എങ്ങോട്ടോ എടുത്തെറിയപ്പെടുന്നതുപോലെ കടലിലേക്ക് തെറിച്ചു വീഴാതിരിക്കാൻ ഓരോരുത്തരും പിടി കിട്ടിയിടത്തൊക്കെ അള്ളിപ്പിടിച്ചു കിടന്നു. കടലാകെ പൊട്ടിച്ചിതറിയുതിർന്ന് തങ്ങളുടെ മേൽ പതിക്കുകയാണെന്ന് തോന്നി. അതിഭയാനകമായ ഒരു ഭൂകമ്പത്തിൽ എല്ലായിടവും നശിക്കുന്നതുപോലെ ഗാരി അങ്കിൾ പലപ്പോഴും തെറിച്ചു വീണു. വീണ്ടും പിടഞ്ഞെണീറ്റ് വന്ന് ബോട്ടിനെ എങ്ങോട്ടെങ്കിലും പായിക്കാൻ ശ്രമിച്ചു. ഇത് കുറേ സമയത്തേക്ക് തുടർന്നു. കുറേ ബോംബുകൾ വർഷിച്ചിട്ട് വിമാനം കുറേ അകലേക്ക് പറന്നു നീങ്ങും. പിന്നെയും വട്ടമിട്ട് പറന്ന പ്രകാശത്തിന്റെ പരിധിയിൽ ബോട്ടെത്തി കഴിയുമ്പോൾ വീണ്ടും ബോംബിംഗ് ആരംഭിക്കും. 3 മിനിറ്റ് ഇടവിട്ട് ഇത് തുടർന്നു. വിമാനം വളരെ ഉയരത്തിലായിരുന്നതിനാലും ഗാരി അങ്കിൾ ഇടംബലം വെട്ടിച്ച് ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്നതിനാലും ലക്ഷ്യസ്ഥാനത്ത് ഒരു ബോംബെങ്കിലും ഇടാൻ കഴിഞ്ഞില്ല. അതേ തുടർന്ന് വിമാനം വട്ടമിട്ട് പറന്ന് കുറെ കൂടി താണു. റോമലും ബർട്ടനും കൂടി ബോട്ടിന്റെ മധ്യഭാഗത്ത് മുകളിലേക്കായി ഘടിപ്പിച്ചിരുന്ന വിമാനവേദത്തോക്കും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇടയ്ക്ക് ഗാരി അങ്കിൾ വന്ന് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അയാൾ ബോട്ട് ഓടിക്കാൻ ബട്ടനെ പറഞ്ഞ് അയച്ച ശേഷം വിമാനത്തെ ലക്ഷ്യം വെച്ച് നിറയൊഴിച്ചു തുടങ്ങി. മിക്കപ്പോഴും ലക്ഷ്യം പിഴയ്ക്കുകയാണുണ്ടായത്. വിമാനം കുറെ കൂടി താണു വന്ന ഒരു നിമിഷത്തിൽ അതിന്റെ വാലറ്റത്ത് ഒരു ഷെൽ പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. വിമാനത്തിന്റെ വാലറ്റത്ത് തീ പടർന്നു പിടിച്ചു. ഞൊടിയിടയിൽ ആകാശത്ത് കരിമ്പുക വ്യാപിച്ചു. നമ്മൾ അത് സാധിച്ചു, ഗാരി അങ്കിൾ വിളിച്ചു പറഞ്ഞു. വിമാനം പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. തീയും പുകയും അതിന്റെ പിൻഭാഗം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു.
മുകളിലേക്ക് ഉയർന്ന വിമാനം അതിവേഗം അകലേക്ക് പറന്നു തുടങ്ങി. അവന്മാർ പ്രാണനും കൊണ്ട് പായുകയാണ്. റോമലിന്റെ സന്തോഷത്തിനതിരില്ലായിരുന്നു. വിമാനം വളരെ അകലെ ചക്രവാളത്തിലെത്തിയെന്ന് തോന്നി. അത് പാഞ്ഞുപോയ ദിക്കിൽ പുകയുടെ ഒരു കരിമ്പാത കാണപ്പെട്ടു. അങ്ങകലെ കത്തിച്ചു വലിച്ചെറിഞ്ഞ ഒരു തീക്കൊള്ളി പോലെ വിമാനം കുത്തിനെ കടലിലേക്ക് പതിക്കുന്നത് കാണാമായിരുന്നു. ഒടുവിൽ അവരെയും നമ്മൾ തുരത്തി. ഗാരി അങ്കിൾ മന്ത്രിച്ചു. എങ്കിലും അയാളുടെ മുഖം പ്രസന്നമായിരുന്നില്ല. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം. ഇത്തവണ ആരുടെ മുഖത്തും ആഹ്ലാദം കണ്ടില്ല. ആത്മവിശ്വാസം പോയതുപോലെ തോന്നി. എല്ലാവരിലും ആശങ്കയും ഭീതിയും നിറഞ്ഞു നിന്നു. അടുത്ത ആക്രമണത്തിനു വേണ്ടി അവർ കാക്കുകയായിരുന്നു. ഇനി എന്തും വരട്ടെ, നമുക്ക് ബോട്ട് ഓടിച്ച് പോവുക തന്നെ, ഗാരി അങ്കിൾ തീരുമാനിച്ചു. ലൈറ്റിട്ടുകൊണ്ട് അയാൾ ബോട്ട് ഓടിച്ചു നീങ്ങി. കടലലകൾ അടങ്ങിക്കഴിഞ്ഞിരുന്നു. രക്ഷാസ്ഥാനങ്ങളിൽ നിന്നും ഓരോരുത്തരായി പുറത്തു വന്നു. പലവട്ടം തെറിച്ചു വീണതിൽ പലർക്കും നിസ്സാരമായ പരുക്കുകൾ ഏറ്റിട്ടുണ്ട്. എല്ലാവരും ദീർഘനിശ്വാസം മുതിർക്കുന്നുണ്ടായിരുന്നു. മരണം ഒരിക്കൽ കൂടി ഒഴിഞ്ഞു പോയിരിക്കുന്നു. മരണത്തിൻ്റെ മുഖം നേരിൽ കണ്ടതാണ്. അഗ്നിയുടെ രൂപത്തിൽ വാ പിളർന്ന് ചുട്ടുപൊള്ളുന്ന നിശ്വാസം മുഖത്തേൽപ്പിച്ച് മുൻപിൽ വന്ന് നിന്നിട്ട് അത് കടന്നുപോയി. നേരം പ്രഭാതമായി. കടലിൽ പകൽ പ്രകാശം വ്യാപിച്ചു. ഗാരി അങ്കിൾ ബോട്ടിന്റെ വേഗത പരമാവധി വർദ്ധിപ്പിച്ചു. ഒഴുകി നീങ്ങുന്ന മഞ്ഞുകട്ടകളിലിടിച്ച് ബോട്ട് തകരാതിരിക്കാൻ അസാമാന്യമായ വൈദഗ്ധ്യം തന്നെ വേണമായിരുന്നു. അടുത്ത ഭാഗം നാളെ.